എല്ലാവർക്കും നമസ്കാരം. രാവിലെ 5 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇവിടെ വന്നു 5 മിനിറ്റ് പോലും ഇടവേള കിട്ടിയില്ല. ആഹാരം കഴിച്ചു, നേരെ സ്റ്റേജിലേക്ക് കയറി. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷവും നാസികനായ ദൈവം കണ്ണൂർ വെച്ച് തന്നെയായിരുന്നു. പിന്നെ വീണ്ടും എന്തിനാണ് ഈ വർഷവും ഇങ്ങോട്ട് വിളിച്ചത് എന്നാലോചിച്ചപ്പോഴാണ് എനിക്ക് ആവേശം. മനോമി പറഞ്ഞു നാസികനായ ദൈവം തുടങ്ങിയത് 2014 2010 തുടങ്ങിയതാണ്. 2014 ആയപ്പോഴത്തേക്ക് തീർന്നതിൻ്റെ വെടി തീർന്നിരുന്നു. 2014-15 ആയപ്പോൾ 1-2 പരിപാടികൾ എന്നുള്ളതാണ്. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് ഒരു വർഷം തന്നെ 15-20 പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വർഷത്തിലൊരിക്കൽ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഡയറക്റ്റായിട്ട് വിഷയത്തിലേക്ക് പോവാം. ഡോക്കിൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഡോക്കിൻസിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുള്ളി 85 വയസ്സായിട്ടുണ്ട്. ഇപ്പം പല രീതിയിലുള്ള ശാരീരികമായ അവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഡോക്കിൻസ് ഇന്ന് കേരളത്തിൽ ഇപ്പോഴും സംസാരിക്കപ്പെടുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സയൻറ്റിസ്റ്റായിട്ട് പരിമിതപ്പെട്ടില്ല എന്നുള്ളതാണ്. ഒരു എവല്യൂഷണറി സയൻറ്റിസ്റ്റാണ്. പക്ഷേ ആ ഒരു തലത്തിലേക്ക് മാത്രം പരിമിതപ്പെടാതെ സാമൂഹ്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ സയൻസിനെ കാണണം എന്നുള്ള രീതിയിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തി എന്ന നിലയിലാണ് ഡോക്കിൻസ് ഇപ്പോഴും സംസാരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം നിർത്തിയെടുത്ത് വെച്ച് തന്നെ തുടങ്ങാം. ഇത് ആയൻ ഹിർസി അലിയും ഡോക്കിൻസുമായിട്ടുള്ള സംഭാഷണം അല്ലെങ്കിൽ ഡയലോഗ് അല്ലെങ്കിൽ സംവാദം. ഇത് ഒരു വർഷം ആകുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ നാസികനായ ദൈവത്തിലും ഇത് പറഞ്ഞിരുന്നു. അതിനകത്ത് പിന്നീട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഓൺലൈനിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആയൻ ഹിർസി അലിയെ നിങ്ങൾക്കറിയാം. അവർ സോമാലിയക്കാരിയാണ്. നെതർലൻഡ്സിൽ പോയി പാർലമെൻ്റ് അംഗമായി. അവരെക്കുറിച്ചൊരു പടം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ചെയ്തതിൻ്റെ പേരിലാണ് തിയോ വാൻ ഗോഗിനെ മതഭ്രാന്തന്മാർ കുത്തിമലർത്തി തെരുവിലിട്ടത്. ആ ഒരു സംഭവം നിങ്ങൾക്കറിയാം. അതിനുശേഷം അവർ പല രാജ്യങ്ങളിലേക്ക് അഭയം തേടിപ്പോയി. അവസാനം അമേരിക്കയിൽ പോയി. അമേരിക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ചെന്നതിന് ശേഷം അവരിപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിനെതിരെ വലിയ തോതിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആയൻ ഹിർസി അലി ഒരു ദിവസം പറയുന്നു, ഞാൻ ക്രിസ്ത്യനാണ്, അതിന് മുന്നേ ഒരു എത്തീസ്റ്റാണ് എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി. അപ്പോൾ അതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞത്, യൂറോപ്പിലും അമേരിക്കയിലും ആകമാനം മതം പിടിമുറുക്കുന്നു. അതിന് പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യാനിറ്റി വളരെ തളർന്നു കിടക്കുന്നു. ക്രിസ്ത്യാനിറ്റി പരിഹസിക്കപ്പെടുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങളും ദൈവങ്ങളും രാഷ്ട്രീയവും പരിഹസിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ സ്ഥാനത്തേക്ക് ഇസ്ലാം ഇരച്ചു കയറുന്നു. ഇസ്ലാമിനെതിരെയുള്ള ന്യായമായിട്ടുള്ള വിമർശനങ്ങൾ പോലും അംഗീകരിക്കാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ ഞാനൊരു എത്തീസ്റ്റായിട്ട് നിലനിന്നാൽ വലിയ പ്രയോജനമൊന്നുമില്ല. എത്തീസ്റ്റുകൾക്ക് ഇസ്ലാമിനെതിരെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്നു. ക്രിസ്ത്യാനിറ്റിയുടെ തിരിച്ചുവരവിലൂടെ മാത്രമേ പാശ്ചാത്യ സംസ്കാരത്തെക്കുറിച്ച് ആയൻ ഹിർസി അലി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്ന സംസ്കാരം എന്നാണ്. അവരുടെ എല്ലാ മൂല്യങ്ങളും, അവരുടെ എല്ലാ ജീവിത നേട്ടങ്ങളും സാമൂഹിക നേട്ടങ്ങളും എല്ലാം മതത്തിൻ്റെ ഇരച്ചു കയറിൽ അസ്തമിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെ പല ചിന്തകരും ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ഒരു മതത്തെ, പ്രധാന മതത്തെ ഇല്ലാതാക്കുമ്പോൾ ആ മതത്തിന് പകരം സെക്കുലറിസ്റ്റുകളും മതരഹിതരും അല്ല ഉണ്ടാകുന്നത്, മറിച്ച് വേറൊരു മതമോ വേറൊരു അന്ധവിശ്വാസമോ ആണ് വരുന്നത്. ചെസ്റ്റർട്ടൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കുകൾ. ഒരു അന്ധവിശ്വാസം പോകുമ്പോൾ ആ സ്ഥാനത്ത് വെളിച്ചമല്ല വരുന്നത്, വേറൊരു അന്ധവിശ്വാസമാണ് വരുന്നത്. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഏതെങ്കിലും അന്ധവിശ്വാസത്തിൽ അഭിരമിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ത്വര, ഒരു പ്രവണത നമ്മുടെ മസ്തിഷ്കത്തിനുണ്ട് എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ആർഗ്യുമെൻ്റ് ആണെങ്കിലും പൊതുജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അടിസ്ഥാനപരമായി ചിന്താപരമായ മാറ്റമില്ലാത്ത ജനങ്ങളിൽ നിങ്ങൾ ഒരു അന്ധവിശ്വാസം താഴെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലിബറേറ്റഡ് ആവുകയല്ല ചെയ്യുന്നത്. ഒരു ജയിലിൽ നിന്ന് നിങ്ങൾ വേറൊരു ജയിലിലേക്കാണ് പോകുന്നത്. കാരണം ജയിലിലാകുക എന്നുള്ളതാണ് നിങ്ങളുടെ മസ്തിഷ്കത്തിനും നിങ്ങൾക്കും ഹിതകരമായ അവസ്ഥ. അപ്പോൾ അടിമപ്പെട്ടു പോവുക എന്നുള്ളത് ഒരു ചിന്താ രീതിയായിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തെയോ മതത്തെയോ അട്ടിമറിച്ചതുകൊണ്ട്
വെളിച്ചം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആയൻ ഹിർസി അലി പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയതാണ്. ക്രിസ്ത്യാനിറ്റി ഹാസ് ഗോട്ട് മസിൽസ്, ഫിനാൻഷ്യൽ മസിൽസ് ഉണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പവറുണ്ട്, പണമുണ്ട്. അപ്പം ഈ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തെ തടുക്കാനായിട്ട് ക്രിസ്ത്യൻ റിവൈവൽ ആവശ്യമാണ് എന്നുള്ള വാദം തന്നെയാണ് ആയൻ ഹിർസി. ഒരുപക്ഷെ ഒരു 5 വർഷത്തിന് മുമ്പ് വരെ ആരും പറയാൻ മടിച്ചിരുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആയൻ ഹിർസി അലി പോയത്. അപ്പോൾ അവരുമായിട്ടാണ് ഡോക്കിൻസ് ചർച്ച നടത്തുന്നത്, അല്ലെങ്കിൽ ഡിബേറ്റ് നടത്തുന്നത്. ആ ഡിബേറ്റിൽ അവർ ഉന്നയിച്ച ഒരു കാര്യം ഞാൻ കഴിഞ്ഞ നാസിയനായ ദൈവത്തിലും പറഞ്ഞാണ്. അവിടെ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. എവിടെയാണോ ഞാൻ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതിൽ വളരെ പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ എത്തീസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയിരുന്നു. അപ്പോൾ എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എവിഡൻസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുള്ളൂ. ഏത് കാര്യം ഉണ്ടെങ്കിലും എന്താണ് എവിഡൻസ്, അതിൻ്റെ ലോജിക്ക് എന്താണ്, വസ്തുത എന്താണെന്ന് നോക്കുക വളരെ പ്രധാനമാണ്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ഈ കാസിൽ ഇൻ ദ എയർ അത് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്ത്യനാണ്, നിങ്ങളിത് യേശുവാണ് ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ഒരു കന്യകയ്ക്ക് ജനിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു മരിച്ചിട്ട് 3-ാം ദിവസം ചാടി എഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാമോ എന്ന് ഡോക്കിൻസ് ചോദിക്കുമ്പോൾ ആയൻ ഹിർസി അലി പറയുന്നത് ഐ ചൂസ് ടു അക്സെപ്റ്റ്. അങ്ങനെ അംഗീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തീരുമാനമല്ല, അല്ലേ? അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരു തീരുമാനം അല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ നൈസർഗികമായി ഓർഗാനിക്കായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അതിനകത്ത് പുറത്തു വരാനും പലർക്കും കഴിയുന്നത്. തെളിവിൻ്റെയോ യുക്തിയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ഒന്നല്ല വിശ്വാസം, മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തെളിവും യുക്തിയൊക്കെ മലയോളം മുന്നിൽ വെച്ചിട്ടും ആളുകൾ അത് സ്വീകരിക്കാതെ മറുന്യായങ്ങൾ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം വിശ്വാസത്തിൻ്റെ ഇൻപുട്സ് ആയിട്ട് തെളിവോ യുക്തിയോ വസ്തുതയോ ഒന്നുമേ ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പറയും ഇതാണ് വസ്തുത, സോ വാട്ട്. ഇതാണ് തെളിവ്, സോ വാട്ട്. ഇതാണ് യുക്തി, സോ വാട്ട്. വിശ്വാസം അങ്ങനെ ഒരു എന്തോ ഒരു എന്താണ് തലച്ചോറിൽ നിന്ന് മുളച്ചു പൊന്തുന്ന ഒരു സസ്യമായിട്ടൊക്കെയാണ് ആളുകൾ നമ്മൾ അറിയാതെ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയാണ് ആയൻ ഹിർസി അലി പറയുന്നത് ഐ ചോസ് ടു അക്സെപ്റ്റ്. ഞാനത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ രാഷ്ട്രീയ അനിവാര്യത എന്ന് പറയുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട് when you accept the story there is something you can pray to. നിങ്ങൾ ആ യേശു എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോഴല്ല സ്വീകരിക്കുമ്പോൾ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു ഉപരിശക്തിയെ കിട്ടുന്നു. നമ്മളെപ്പോഴും ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളെക്കാൾ ശക്തിയുള്ള, നമ്മളെക്കാൾ പവറുള്ള ഒരാളോട് മുന്നിൽ ചെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. 2 കൈകൾ കൂപ്പുക എന്ന് പറയുമ്പോൾ ഈ വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഹയർ പവറിനോടാണ് നമ്മൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്, വിഷ് ലിസ്റ്റ് കൊടുക്കുന്നത്. നമ്മളെക്കാൾ ദരിദ്രനായ ഒരുത്തൻ്റെ മുന്നിൽ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വിഷ് ലിസ്റ്റ് കൊടുക്കില്ല, കാരണം അവൻ 10 ലിസ്റ്റ് ഇങ്ങോട്ട് തരും. അപ്പം ഇവർ പറഞ്ഞ കാര്യം എന്താണ്? ദർ ഈസ് സംതിങ് യു ക്യാൻ പ്രേ ടു ആൻഡ് ദാറ്റ് ഗീവ്സ് യു ഹോപ്പ്, HOPE, ആൻഡ് ദാറ്റ് ഗീവ്സ് യു കംഫർട്ട്. ഞാൻ ഈ അടുത്തിടെ ലിറ്റ്മസിനോടനുബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കണ്ണൂരിൽ നിന്ന് വലിയ പ്രാതിനിധ്യമാണ് ഉണ്ടായത്. വലിയ തോതിലുള്ള ആളുകൾ പങ്കെടുത്തു. മനോമിയും ശ്രീ മുഹമ്മദ് നസീറും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ടായിരുന്നു. കൃഷ്ണകുമാർ, നല്ല രജിസ്ട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങളുടെ മികച്ച പ്രകടനത്തിന് നന്ദി പറയുന്നു. ഓക്കെ, ഐ വിൽ കം ബാക്ക് ടു. അപ്പോൾ അതിനു മുന്നേ കുറച്ച് ഈ ഓൺലൈനായിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. അതിലൊരു ഇൻ്റർവ്യൂ ഞാൻ ഓർക്കുന്നു. അതിൽ ഒരു പയ്യൻ വന്നിരുന്ന് ചോദിക്കുന്നു, ദൈവം ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഹോപ്പ് തരുന്നു, എനിക്ക് കംഫർട്ട് തരുന്നു, ഒരാശ്വാസം. ഇതാണ്. ഇത് ഒരാളല്ല പറഞ്ഞു കേട്ടോ, ഒരാളാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഒരാളല്ല, 2-3 അവതാരകർ ഇത് തന്നെ പറയണം. ആശ്വാസം, വേറെ ഒന്നുമില്ല, തെളിവൊന്നുമില്ല, ആശ്വാസം കിട്ടുന്നു. അതിന് പകരം വെക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട്? ഇതേ സാധനം തന്നെയാണ് ഇവർ ചോദിച്ചത്. ഫെയ്ത്ത് ഓഫേഴ്സ് യു സംതിങ് ബട്ട് എയ്ത്തീസം ഓഫേഴ്സ് നത്തിങ്. എയ്ത്തീസം കൊണ്ട് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടാണ്ട് ഒരു ഹോപ്പും ഇല്ലല്ലോ, ഒരു ആശ്വാസവും ഇല്ലല്ലോ. സോ ഇങ്ങനെ ഒരു കാര്യം വിദ്യാസമ്പന്നരും എന്നാൽ അന്ധവിശ്വാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരായിട്ടുള്ള ആളുകൾ പൊതുവിൽ പറയുന്ന ഒരു ആശ്വാസം, വിളിച്ച് കേഴാനായിട്ട് ഒരു ദൈവം,
അല്ലെ, തല ചായ്ക്കാനായിട്ട് ഒരു ചുമൽ, ഒരു തോള്, പറഞ്ഞു തീർക്കാനായിട്ട് ഒരു ലിസണർ. ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഞാൻ അന്നേരം പറഞ്ഞ മറുപടി ഇതായിരുന്നു: നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വൈകാരിക പ്രശ്നങ്ങളോ റിയൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അതിന് പരിഹരിക്കാനായിട്ട് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. നിങ്ങൾക്കൊരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയും കിട്ടും. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഒരു ബാങ്കറെ കാണുക, പുള്ളിയുടെ കാര്യം പറയുക, പുള്ളി നിങ്ങൾക്കൊരു കൺസോളേഷൻ അല്ലെങ്കിൽ ഒരു ആശ്വാസം തരും. നിയമപ്രശ്നമാണെങ്കിൽ വക്കീലിനെ കാണുക. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ടാക്സി ഡ്രൈവറെ ആരെങ്കിലും വിളിച്ചു പറയട്ടെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് പോകണം. ഓരോരോ പ്രശ്നങ്ങൾക്കും അത് പരിഹരിക്കാനായിട്ട് ഓരോരോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, ഓരോരോ ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ നൽകുന്ന പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലാണ്. പക്ഷേ ഇത് ആരെയും കണ്ട് എല്ലാം കൂടെ ഒരാളുടെ മുന്നിൽ, അതായത് ടാക്സിക്കാരനെ കാണേണ്ടതിനും ബാങ്കറെ കാണേണ്ടതിനും അഡ്വക്കേറ്റിനെ കാണേണ്ടതിനും ഡോക്ടറെ കാണേണ്ടതിനും എല്ലാവരെയും കാണേണ്ടതിനും പകരം എല്ലാവരെയും കൂടെ ചേർന്ന ഒരാളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അയാളോട് എല്ലാം പറയാം, പക്ഷേ അയാളൊന്നും ചെയ്യില്ല. അയാളൊന്നും ചെയ്തതിന് ഇതുവരെ റെക്കോർഡും ഇല്ല. പക്ഷെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ആശ്വാസമല്ലേ? ഇതാണ് അവർ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക, കിട്ടണേ, തരണേ, വരണേ. ഒരു പാരലൽ വേൾഡ് സൃഷ്ടിക്കുക. യു ആർ ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ദെയർ. ഒരു അൺറിയൽ എൻറ്റിറ്റിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുവഴി എന്താ പ്രശ്നം വരുന്നത്? അതുവഴി അവർ പറയുന്നത് ഭയങ്കര കൺസോളേഷൻ കിട്ടുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പലപ്പോഴും കള്ളനോട്ടിൻ്റെ കാര്യം പറയാറുണ്ട്. കള്ളനോട്ടിൻ്റെ ഒരു ഗുണം എന്താണ്? കള്ളനോട്ടാണ് എന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളൊരു സമ്പന്നനായി സ്വയം സങ്കല്പിക്കും. പറയും, ആ ഒരു സ്ഥലം വാങ്ങിക്കണം, അതെത്രയോ, ഒരു 15 ലക്ഷം. കുഴപ്പമില്ല, അത് നോക്കാം. കാരണം എന്താണ്? 15 ലക്ഷം എൻ്റെ ഉണ്ട്, പക്ഷെ എൻ്റെ ഇരിക്കുന്ന കള്ളനോട്ടാണ്. പക്ഷേ ഞാൻ 15 ലക്ഷത്തിന് കയറി കൊള്ളും. ഞാൻ പറയാം, അത് ഓക്കെ, നീ ധൈര്യമായിട്ട്. വ്യാജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വ്യാജമായിട്ടുള്ള എല്ലാ പ്രോമിസുകളും, വ്യാജമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മൾ ഉണ്ടാക്കുകയും നമ്മൾക്ക് വമ്പൻ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ കള്ളനോട്ടിൻ്റെ പ്രശ്നം എന്താണ്? അത് പിടിക്കപ്പെടുന്നത് വരെ ശരിയായ നോട്ട് പോലെ പ്രവർത്തിക്കും. പിടിക്കപ്പെടുന്നത് വരെ, തൊട്ട് മുന്നേ ഒരു ബാങ്കുകാർ തിരിച്ചറിയണേ ഇത് കള്ളനോട്ടാണല്ലോ എന്ന് പറയുന്നവരെ ഓക്കെയാണ്. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. ഈ പാരലൽ വേൾഡ് ഉണ്ടാക്കിയിട്ട് വൈകാരിക ശമനം വരുത്തുന്നവർ അനിവാര്യമായും വിളിച്ചു വരുന്നൊരു പ്രശ്നം, ഒന്ന്, അവർ റിവാർഡ് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് റിവാർഡില്ല. റിവാർഡ് ഉണ്ടെന്നുള്ള അവരുടെ സങ്കല്പമാണ്. 2, റിവാർഡ് ഇല്ല എന്നറിയുമ്പം അവർ ആകെപ്പാടെ തകർന്നടിയുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിൽ നിന്ന് മാറിയിട്ട് ദ പോയിന്റ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നോണം നിങ്ങളൊരു ഭൗതികവാദപരമായ നാച്ചുറലിസ്റ്റിക് വ്യൂ പോയിന്റിലേക്ക് വരാനായിട്ട് പറയുന്നത്. ഈ ഡിബേറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ കാണണം. ഞാൻ പറയുകയാണ്, അതിനകത്ത് ആയൻ തീർച്ചയായും ചുമ്മാതെ പറയുകയാണ്, എനിക്ക് ആശ്വാസം, എനിക്ക് ആശ്വാസം, എനിക്ക് ആശ്വാസം, എനിക്ക് ആശ്വാസം, എനിക്ക് ആശ്വാസം. തെളിവ് യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കഥയിൽ ഞാൻ സ്വീകരിക്കണം. കഥ അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എന്തോ പറയുന്നത്? ആ കഥ ഞാനങ്ങ് സ്വീകരിക്കാം. പിന്നെ കന്യക ഗർഭം, അതെ ആ കഥ നമ്മൾ അതേ എവിടെ അങ്ങ് സ്വീകരിക്കുക. എന്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അംഗീകരിക്കുക. ഇതാണ് ഞാൻ ഈ ഹോപ്പ് ആൻഡ് കൺസോളേഷൻ ഇപ്പോഴും നിങ്ങളൊരു എത്തിസ്റ്റായിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂ ഭാവിയിലോ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് ചോദിക്കാൻ ഇടയുള്ള ഒരു സ്റ്റോക്ക് ക്വസ്റ്റ്യനാണ്, ദൈവമില്ല സമ്മതിച്ചു, അതില്ല സമ്മതിച്ചു, അത് പൊട്ടത്തരമാണ്, ഇത് പൊട്ടത്തരമാണ്, പക്ഷേ ആശ്വാസം തരുന്നില്ലേ, പ്രതീക്ഷ തരുന്നില്ലേ? ചിലർ പറയും എത്തീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹോപ്പ്. എന്താണ് എത്തീസ്റ്റിന് ഹോപ്പ്? ഈ ആക്ച്വലി ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹോപ്പ്, പല കാര്യങ്ങളും ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ സമയത്ത് വരണമേ എന്നൊരു ഹോപ്പുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ. ഇന്ന് എനിക്ക് വേറൊരു ഹോപ്പുണ്ട്, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങ് വീട്ടിൽ ചെല്ലണമേ എന്നുള്ളൊരു ഹോപ്പുണ്ട്. വളരെ ന്യായമായ ഒരുപാട് ഹോപ്പുകളുണ്ട്. ഹോപ്പില്ലാത്തവരാണ് എത്തീസ്റ്റുകൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും ഹോപ്പ് ചെയ്യുന്നുണ്ട്. ഈ വിശ്വാസികളുടെ ഒരു ധാരണ അവർക്ക് മാത്രമാണ് പ്രതീക്ഷയുള്ളത്, ഒരു കച്ചിത്തുരുമ്പെങ്കിലും. യഥാർത്ഥത്തിൽ അവർ വ്യാജമായ ഒന്നിൽ പിടിച്ചു നിൽക്കുന്നു. അത് ഇവൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? വ്യാജമായ ഒന്നിൽ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട്, ഉദാഹരണമായിട്ട് കൃപാസനം, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കൃപാസനമാണ് ശരി, അല്ലെ കൃപാസനം നടക്കുമെന്ന് പറഞ്ഞ അയാൾ എന്ത് ചെയ്യണം? എന്താണോ നടപ്പിലാക്കാൻ വേണ്ടത് അത് അയാൾ ചെയ്തേ പറ്റൂ. പരീക്ഷ പാസ്സാവണേ പഠിക്കണം.
കൊപ്ര ഉണക്കണമെങ്കിൽ അതെടുത്ത് വെയിലത്ത് ഇട്ടിട്ട് വേണം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ, എന്നെങ്കിലേ കൊപ്ര ഉണങ്ങുള്ളൂ, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. കൊപ്ര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്താണോ നടക്കേണ്ടത് അത് ചെയ്യണം നിങ്ങൾ, എന്നിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? എക്സ്ട്രാ ടിക്കറ്റാണ് ഭക്തി. ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും വേണം, അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്, മറ്റേത് അതിനകത്ത് വരില്ല. പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റാമ്പോ എന്തോ അതിന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒഴുകി നടക്കണം. ഒന്ന് റിദാൻഷി എന്നാൽ ധൈര്യശാലി. 6 മാസത്തിൽ എംബ്രിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. 6 മാസത്തിൽ അയ്യനെ കാണാനെത്തി. ആര്? 6 മാസത്തിൽ കുട്ടി. അച്ഛൻ ഏത് അമ്മ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്ത സമയത്ത് ഈ കുട്ടി എത്തിയതായും ആ കുട്ടി അയ്യനെ കണ്ടതായും ആ കുട്ടിക്ക് ഭയങ്കര ധൈര്യമുള്ളതായും ഈ ഡാഷ് മാധ്യമം പോസ്റ്റർ അടിച്ചിരിക്കുകയാണ്. ആ മാധ്യമത്തിന്റെ പേര് നിങ്ങളെ കാണിക്കുന്നത് ആ മാധ്യമത്തിന് നാണക്കേടായതുകൊണ്ട് ഞാൻ അത് മറച്ചിട്ടുണ്ട്. 6 മാസം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? 6 മാസമുള്ള കുട്ടി. ഇതാണ് കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഇങ്ങനെ ഒരു മാധ്യമം ഇങ്ങനെ അടിക്കണമെങ്കിൽ അവർ വെറുതെ അടിക്കുന്നതല്ല, ഈ വാർത്ത വായിച്ച് അതിന് അനുകൂലമായി അനുരണനങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് എന്നാണ്. പിന്നെ എന്തിനാണ് നീ ഈ പണിയൊക്കെ എടുക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കും. ഈ ചോദ്യം നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കരുനാഗം പോലെ ഉയർന്നു വരുന്ന ഒരു ഇതാണ്. എന്ത് ഫലം അല്ലേ? അത് വരും. പക്ഷെ നമ്മളൊരു പാഷൻ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പാഷൻ, അതുപോലെ തന്നെ പാഷൻ, അതാണ് കറക്റ്റ് വാക്ക്. അതിനൊരു മലയാളം വാക്കില്ല. മലയാളമൊക്കെ ആവേശം, വികാരം എന്നൊക്കെ ഉള്ളതാണ്. അതൊരു കറക്റ്റ് മലയാളമല്ല. സോ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് എനിക്ക് പത്രത്തൊക്കെ കാണിക്കുന്നതിന് പ്രശ്നമില്ല. കാര്യം അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്, ശബരിമല സ്വർണ്ണക്കൊള്ള, അറസ്റ്റിലായവരെല്ലാം നിരീശ്വരവാദികൾ, അയ്യപ്പൻ ആരെയും വിടില്ല. അറസ്റ്റിലായവരെല്ലാം നിരീശ്വരവാദികൾ. ഒറ്റ ഒരാളെയും ലിറ്റ്മസിന് കണ്ടില്ല. ഇവരറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. നമ്മളിവിടെയൊക്കെ കൊണ്ടുവന്ന് നോട്ടീസ് കൊടുക്കേണ്ട അവസ്ഥയാണ്. നിരീശ്വരവാദികളുടെ ഒരു ലിസ്റ്റ് ആദ്യത്തെ ഒരു പോറ്റിയാണ്. ഞാൻ 2010 അന്ന് സുധാകരൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അവിടെ ഈ പണമെണ്ണാൻ അന്ന് ആരും അത്ര കാര്യമാക്കി എടുത്തില്ല. ഈ പണമെണ്ണാൻ ഇരിക്കുന്ന മനുഷ്യർ അടിവസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അലിഖിത നിയമം അവിടെ ഉണ്ടായിരുന്നത് ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയിലുള്ള വിശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പണമെണ്ണുന്നതാണ്, അത് ചെറിയാണ്. ഇതിപ്പോൾ കുറച്ചുകൂടെ എൻ്റെ സ്കെയിൽ കൂടിയിട്ടേ ഉള്ളൂ. കാരണം അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഉറപ്പാണ് അയ്യപ്പൻ ഈസ് നത്തിങ്. ഒരു CCTV ഉണ്ടെങ്കിൽ അവർ മര്യാദയ്ക്ക് പെരുമാറും. അയ്യപ്പനാണ് മുന്നിലിരിക്കുന്നെങ്കിൽ എന്തു ആകാമല്ലോ. ദേവസ്വം ബോർഡ്, ഭക്തന്മാർ, അവിടെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം, പൂജാരി, തന്ത്രി, ഇവർക്കെല്ലാം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതൊരു തട്ടിപ്പ് പോലെ, ഒരു കരിഷ്മാറ്റിക് വ്യവസായം പോലെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഓരോ വർഷവും ശബരിമലയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്താണ്? ഭക്തി കൂടി. എങ്ങനെയാ? ആള് കൂടി എന്ന് പറയുന്നത് തെറ്റാണ്. ആള് കുറഞ്ഞു വരികയാണ്, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ വരുമാനം കൂടി. അല്ല, കള്ള് ഷാപ്പിലൊക്കെ പറയുമല്ലോ, ഇത്ര രൂപയ്ക്കാണ് ലേലം പോയി, ഇപ്രാവശ്യം ലേലം കൂടി. അപ്പം ഇതാണ് ജോർജ് കുര്യൻ്റെ നമ്മളുടെ ഒരു നിലവിലുള്ള ഒരു അവസ്ഥ. ഈ ഉടമ്പടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇവിടുന്ന് ആളുകൾ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല, പോകാൻ സാധ്യതയുണ്ട്. കണ്ണൂരൊക്കെ കുറേ ആൾക്കാർ ഇവിടുന്ന് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ അന്ന് ലിറ്റ്മസ് സമയം 2 ദിവസം കഴിഞ്ഞാണ് ഈ നാഷണൽ ഹൈവേയിൽ ഈ കൃപാസനത്തിൻ്റെ സ്ത്രീ സംഗമം, എന്തോ കടലിലേക്ക് പോകുന്നവർ തീരത്തൊക്കെ നിൽക്കാനായിരിക്കും. എത്ര ആയിരക്കണക്കിന് സ്ത്രീകളാണ് പോകുന്നത് അറിയാം. നല്ല പഠിപ്പും വിവരവും ഒക്കെ ഉള്ള സ്ത്രീകൾ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവർ ഈ ഉടമ്പടി നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ അവകാശികളാക്കി മാറ്റും. ഫാദർ എന്തോ ഒരു ആൾ കോട്ടെ, അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളെല്ലാം നോക്കുക. എൻ്റെ ഈശോയെ ഞങ്ങളോട് കരുണ തോന്നണേ, അമ്മയെ പ്രാർത്ഥിക്കണേ, രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണേ, അമ്മയെ മാതാവേ ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണേ, അമ്മയെ മാതാവേ ഞങ്ങൾക്കൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണേ,
അമ്മേ മാതാവേ, എൻ്റെ മോളുടെ ചുണ്ടിലെയും കയ്യിലെയും വെള്ള നിറത്തിലുള്ള കളർ അസുഖം മാറ്റി തരണേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളെ കടബാധ്യത മാറ്റി തരണേ. നിങ്ങൾ ഈ ആവശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് മുഴുവൻ ഒരു 10,000-3000 കമന്റിന്റെ അടിയിൽ കിടപ്പുണ്ട്. മൊത്തം ഇതാണ്. അത് മാറ്റി തരണേ, ഇത് മാറ്റി തരണേ, അത് തരണേ, ഇത് തരണേ. അപ്പോൾ അതൊക്കെ തരുമെന്ന് പറയുന്ന ഒരാൾ വരുന്നു. നിങ്ങൾ ഇത് വളരെ ഈസിയാണിത്. എങ്ങനെയാണ് ഈ മസ്തിഷ്കം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതിയ സ്റ്റാർട്ടപ്പ് ഒന്നും തുടങ്ങേണ്ട കാര്യമില്ല. ആക്ച്വലി കേരളീയർ ബുദ്ധിമാന്മാരാണെങ്കിൽ എല്ലാവരും ഇയാളെ കണക്ക് തുടങ്ങണം. ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ച് മതി, ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു 2 ദമ്പതിമാര് രണ്ട് ദമ്പതിമാര് വന്ന് പരസ്പരം ഇങ്ങനെ അവളല്ല ശരി ഞാനാ ശരി, ഞാനല്ല ശരി അവളാണ് ശരി, ഓരോ ചാനലുകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്, പിന്നെ പല പല സംഗതിയാണ്. അതിൽ ഓരോരുത്തരും വന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വാരി കൊടുക്കുകയായിരുന്നു, ഞാൻ വീടിന് വീട് കൊടുത്തു, ലാപ്പിന് ലാപ്പ് കൊടുത്തു, ഡാഷിന് ഡാഷ് കൊടുത്തു. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് ചോദിക്കുന്നു, ഇതൊക്കെ എവിടെ നിന്നാണ്? വെയർ ഫ്രം? നീ പാറയടിച്ചു കൊണ്ടുവന്ന് അധ്വാനിച്ചു കൊണ്ടുവന്ന തുകയിൽ ഒരു പങ്കാണോ നീ കൊടുത്തത്? അല്ല. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു. അതിൽ നിന്റെ കണക്കിനും നിന്റെ സൗകര്യത്തിനനുസരിച്ച് ആർക്കൊക്കെയോ കൊടുത്തു എന്ന് റെക്കോർഡ് ഉണ്ടാക്കി അത് പറയുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കൂടാ? ഇവിടെ ഇപ്പോൾ മറ്റ് സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ഗവൺമെന്റ് പിടി, മറ്റേത് നോക്കുകൂലി, മറ്റേ കൺട്രോള്, മറിച്ചേ കൺട്രോള്, വഴിതടയൽ, ഖരാവോ, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. നമുക്കൊരു വ്യവസായം തുടങ്ങാനായിട്ട് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. വലിയതെന്ന് പറയണ്ട, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതങ്ങ് തുടങ്ങിയാൽ മതി, ബോർഡങ്ങ് വെച്ചാൽ മതി. ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ ചെല്ലില്ല. ചെന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് മതവികാരമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് അലക്കി കഴിഞ്ഞാൽ അത് തീരും. അപ്പോൾ ഇത് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് റോബറി എന്ന് പറയുന്നത് ഇൻ എവറി സെൻസ് ഇത് എല്ലാ രംഗത്തും ഇത് നിലനിൽക്കുകയാണ്. ഇതിനിപ്പോഴും ആളുകൾ ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇതൊക്കെ പറയണ്ടേ? ഐ തിങ്ക് വി ഹാവ് ടു. ഡോക്കിൻസിനെ കുറിച്ച് മാത്രമല്ല, ഇതിനകത്ത് തന്നെ പറയുന്ന ഇത് ബൈബിളിലെ ഒരു വാചകമാണ്. ഇത് മതത്തിലാണ് ഇതിൻ്റെ വേരുകൾ. റോമക്കാർക്ക് എഴുതിയ കത്തുകൾ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനം വേണ്ട. അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നതോ അധ്വാനിച്ചോളൂ, സമയം പോണ്ടേ, വെറുതെ ജീവിക്കാൻ പറ്റൂ. അധ്വാനം വേണ്ട എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അടിസ്ഥാനപരമായ മതം. അധ്വാനിച്ചിട്ടും കാര്യമില്ല, നീ അല്ല നിന്റെ ഫലം ഉണ്ടാക്കുന്ന, നിന്റെ ഭാവി നിശ്ചയിക്കുന്നതെന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ മതവും മതവിശ്വാസവും അടിസ്ഥാനപരമായി. അത് ഹിന്ദു മതത്തിലായിക്കോട്ടെ, ക്രിസ്ത്യാനിറ്റിയിലായിക്കോട്ടെ, ഇസ്ലാമിലായിക്കോട്ടെ, നിന്റെ അധ്വാനം, നിന്റെ പ്രയത്നം, നിന്റെ ശ്രമങ്ങൾ, അതിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഒരു ഉപരിശക്തിയെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉപരിശക്തിയുടെ പേരിൽ പിരിവ് നടത്താം, ചൂഷണം നടത്താം. ഇത് വളരെ സാമൂഹികപരമായിട്ടുള്ള ഒരു പല അനാചാരങ്ങളും ആളുകൾ മാറ്റുന്നു എന്നൊക്കെ പറയുന്നു. ശ്രീനാരായണ ഗുരു അനാചാരം മാറ്റി, അല്ല അവർ മാറ്റി എന്നൊക്കെ പറയും. പക്ഷെ ഏറ്റവും വലിയ അനാചാരം എന്ന് പറയുന്നത് ഈ ദൈവവും ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള സാധനമാണ്. ഏറ്റവും വലിയ അനാചാരം അതാണ്. ബാക്കിയൊക്കെ അതിൻ്റെ ക്രിസ്മസ് ആണ്, അസോസിയേറ്റഡ് സാധനമാണ്. യേശുവിൻ്റെ തിയറി ഇത് തന്നെയാണ്. അധ്വാനിക്കുന്നതല്ല, അധ്വാനമല്ല ഉപരിയായിട്ടുള്ളതാണ്. ഇനി ഡോക്കിൻസിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ ഡോക്കിൻസിനെ കുറിച്ച് ഇപ്പോൾ വീണ്ടും 2025 പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ ഇടയിലുള്ള ഒരു വിഷയം, ഡോക്കിൻസ് ഈ ഗാസ പാലസ്തീൻ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? അതധികം കേട്ടിട്ടില്ലല്ലോ. ഡോക്കിൻസ് അങ്ങനെ സംസാരിക്കുന്നതൊന്നും അധികം കേട്ടിട്ടില്ലല്ലോ. ഡോക്കിൻസിന് ഈ വിഷയത്തിലുള്ള അഭിപ്രായം സാധാരണ ഇതിൽ നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുന്നത്, കഫിയ, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ വത്തക്ക രാഷ്ട്രീയ അതേ അഭിപ്രായം തന്നെയാണ്, ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. ഒന്ന് അദ്ദേഹം പറയുന്നത്, ഈ പാലസ്തീനിയനിലെ അറബുകൾ അവരെന്തിനാണ് ഹിറ്റ്ലർ ജൂതന്മാരെ ഹോളോകോസ്റ്റിന് വിധേയനാക്കിയതിൻ്റെ ശമ്പളം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അവരെന്തിനാണ് അനുഭവിക്കുന്നത്? അതായത് ജൂതന്മാരെന്തിനാണ് അവിടെ വന്നത്? അത് ഹിറ്റ്ലർ അവിടെ നിന്ന് അടിച്ചോടിച്ചെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊയ്ക്കൂടെയോ? ആ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് പണ്ടും പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് ടിപ്പിക്കൽ ഇവിടെ സാധാരണ ഇതിൽ പറഞ്ഞ വത്തക്ക രാഷ്ട്രീയം. നമ്മൾ ഈ വത്തക്ക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, കഫിയ അതൊക്കെ സാധനം.
അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ ഇമ്മീഡിയറ്റ് സീസ് ഫയർ, അതായത് 1200 പേരെ കൊന്നു കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ച് ആക്രമണം തുടങ്ങി. ഡോക്കൻസ് ഒക്കെ പറഞ്ഞ് ഉടനെ സീസ് ഫയർ, നിർത്തുക, യുദ്ധം നിർത്തുക, യുദ്ധം നിർത്തുക. യുദ്ധം നിർത്തിയാൽ ആർക്കും അന്നേരം ലാഭം? ഹമാസിനാണ്. എന്നാലും യുദ്ധം നിർത്തുക. കാരണം എന്താണ്? ബോംബിങ് കൊണ്ട് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്, ഭയങ്കര ഇതാണ്. അപ്പോൾ പുള്ളി ഭയങ്കര മാനവികമായിട്ടാണ് ത്രൂ ഔട്ട് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി ഒരിക്കൽ പറയുണ്ടായി, ഈ ഹമാസിന്റെ ആക്രമണം പ്രാവശ്യം ഒക്ടോബർ 7 വന്നപ്പോൾ പുള്ളി ചെറുതായിട്ടൊന്ന് ടോൺ മാറ്റി. അറ്റാക്ക് ഓൺ ഇസ്രയേൽ ആൻ അപ്പാലിംഗ് അട്രോസിറ്റി, എന്താണ് പറയുക, ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ് എന്ന് പുള്ളി പറഞ്ഞു. അതത്ര ശരിയായ ഒരു പറച്ചിലല്ല. അങ്ങനെ ആണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നെതന്യാഹുസ് ഗവൺമെന്റ് ഈസ് എ ഡിസ്ഗ്രേസ് എന്നിട്ട് പറഞ്ഞു. ബട്ട് സേയിങ് സോ ഈസ് നോട്ട് ആന്റി സെമിറ്റിക്. അങ്ങനെ പറയുന്നത് ആന്റി സെമിറ്റിക് ഒന്നും അല്ല. നെതന്യാഹുവിന്റെ ഗവൺമെന്റ് ഒരു ഡിസ്ഗ്രേസ് ആണ്, അപമാനമാണ്. ഇതും ഡോക്കിൻസ് പറഞ്ഞാണ്. റിച്ചാർഡ് ഡോക്കിൻസിന്റെ സൈറ്റിൽ തന്നെ കിടന്നു. പിന്നെ ഏറ്റവും അവസാനം ഈ ഇസ്രയേൽ അനുകൂല ഒരു പ്രകടനം നടക്കുമ്പോൾ ഡോക്കിൻസ് പറയുന്നുണ്ട്, സോറി ഐ കുഡിൻ ബി ദെയർ മാർച്ചിങ് വിത്ത് ദം ഇൻ റെഫറൻസ് ടു പ്രോ പാലസ് ഇസ്രയേൽ മാൻ. ഒരു ഇസ്രായേൽ മാർച്ച് നടത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കാമായിരുന്നു, എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളിയുടെ മേളിലേക്ക് കനത്ത ആക്രമണം വരികയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചാണ് ഏറ്റവും ഡോക്കിൻസ് ഏറ്റവും ബ്രൂട്ടെ എന്ന് ചോദിക്കുന്നു. ഡോക്കിൻസെ നിങ്ങളുമോ എന്നുള്ള ചോദ്യം വരുന്നു. പിന്നെ പുള്ളി സ്വാഭാവികമായ സൈലൻസിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഡോക്കിൻസ് ഇസ്ലാമിനെ കുറിച്ച് സൈലന്റ് ആവുന്നത്? അത് ഡോക്കിൻസിന്റെ മാത്രം പ്രശ്നമല്ല, അത് ലോകമെമ്പാടും ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. ഡോക്കിൻസ് പണ്ട് പറയുണ്ടായി, ഓസ്ട്രേലിയയിൽ വെച്ച് പണ്ട് പറയുണ്ടായി, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാത്തത് ഭയം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയും. ഭയം കൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളൊരു വസ്തുവിനെ ഭയക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു കമൻട്രിയാണ്. ഇപ്പം എന്നെ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ സ്വയം ലജ്ജിക്കുകയാണ് വേണ്ടത്. എൻ്റെ മക്കൾ എന്നെ ഭയക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഒരാളിൽ ഭയം ജനിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ കൂടിയല്ല എന്നുള്ളത് അല്ലേ? അപ്പോൾ ഏതൊരു ഏജൻസി, ഒരു പാർട്ടി, ആ പാർട്ടിയെ എനിക്ക് ഭയമാണ് എന്നൊരാൾ പറയുമ്പോൾ പാർട്ടി എന്താണെന്ന് അവിടെ വ്യക്തമായി കഴിഞ്ഞു. ഓഫ് കോഴ്സ് ഡോക്കിൻസോ തന്നെ, ഡോക്കിൻസ് ഇസ്ലാമിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാറില്ല. അത് പല എത്തിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഡോക്കിൻസിനെ പോലെ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാത്തത്? സംസാരിച്ചിരുന്നു. പുള്ളി 2017 പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് തന്നെ ക്യാൻസൽ ചെയ്തു. പുള്ളിയുടെ ഒരു അവാർഡ് തിരിച്ചു വാങ്ങിച്ചു. പുള്ളിയെ സമസ്ത തലങ്ങളിൽ റദ്ദാക്കാനായിട്ടുള്ള ശ്രമം ഈ ഇസ്ലാമോ ലെഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വളരെ വ്യാപകമായി. പിന്നെ അവസാന ഘട്ടമാണ്. പിന്നെ സൽമാൻ റഷ്ദിക്ക് സംഭവിച്ചത് കണ്ടു, ഷാർലി ഹെബ്ദോ കാർട്ടൂണിസ്റ്റുകൾക്ക് സംഭവിച്ചത് കണ്ടു, തിയോ വാൻഗോഗിനെ സംഭവിച്ചത് കണ്ടു, ആയാൻ ക്രിസ്ത്യാലി പോയ രീതി കണ്ടു. സ്വാഭാവികമായിട്ടും ഡോക്കിൻസ് ഈ ഒരു വിഷയത്തിൽ സൈലൻ്റായി. അതൊരു വസ്തുതയാണ്. അത് ഡോക്കിൻസിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞേ പറ്റൂ. ഡോക്കിൻസ് ഡസ് നോട്ട് ടോക്ക് മച്ച് അബൌട്ട് ഇസ്ലാം നൗ. കേരളത്തിലായാലും ഇത് തന്നെയല്ലേ? കേരളത്തിൽ ഇസ്ലാം വിമർശകർ പോലും അവർക്കും ഒരു ഷെല്ല് വേണം, അവർക്കും ഒരു എന്താ പറയുന്ന ഒരു ഷീൽഡ് വേണം. അപ്പോൾ പറയും, ഞങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുമെങ്കിലും ഞങ്ങൾ ലവന്മാരെ പോലെ വിമർശിക്കുന്നില്ല, ഞങ്ങൾ കുറച്ചുകൂടെ മര്യാദക്കാരാണ്. അല്ലെങ്കിൽ മറ്റു വിമർശകർ അവരുടെ സംഘപരിവാറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വെറും എന്താ പറയുക, ഗുണമേന്മയുള്ള വിമർശനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന എതിരാളികളായിട്ട് മറ്റൊരു വിഭാഗത്തെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് തങ്ങളുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാമെന്നുള്ളതാണ് ഇവിടുത്തെ ഇസ്ലാം വിമർശകർ പോലും ശ്രമിക്കുന്നത്. ഞാൻ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞു. മനുഷ്യത്വമുള്ള വിമർശനം, അങ്ങനെ ഒരു സാധനം കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? മനുഷ്യത്വം ഇല്ലാത്ത വിമർശനം വേറെ അവിടെ ഉണ്ട്. അപ്പം ലെസ്സർ ഈവിളല്ലേ ഞങ്ങൾ? മനുഷ്യത്വമുള്ള വിമർശനം. ചില ആൾക്കാരൊക്കെ പറയല്ലേ, മുഹമ്മദ് അത് ചെയ്താലും അത് കരുണയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ വിമർശനം മനുഷ്യത്വമുള്ള വിമർശനമാണ്.
മറ്റുള്ളവരുടെ വിമർശനം അങ്ങനെയല്ല. അവർ അതാണ് ഇത്. ഡോക്കിൻസ് തന്നെ സ്ഥിരം പറഞ്ഞൊരു കാര്യമുണ്ട്, മൈ ക്രിറ്റിസിസം ഈസ് ഓഫ് ഐഡിയാസ് നോട്ട് പീപ്പിൾ. ഡോക്കിൻസ് പറഞ്ഞു കുറേ നാൾ. ഇപ്പം ഞാനും ഒക്കെ പറയാറുണ്ട്, ഞങ്ങൾ എസൻസിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഐഡിയാസിനെയാണ്, വ്യക്തികളെ അല്ല വിമർശിക്കുന്നത്, ആശയങ്ങളെ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ മതം എന്താണ് ചെയ്യുന്നത്, അല്ലെ മതത്തിൻ്റെ പിന്തുണയ്ക്കുന്നത് എന്ത് ചെയ്യുന്നത്? അല്ലല്ല, നിങ്ങൾ ആശയങ്ങളെ അല്ല വിമർശിക്കുന്നത്, നിങ്ങൾ ആ മനുഷ്യരെയാണ്, നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് വെറുപ്പാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ. ഒരു ജനക്കൂട്ടത്തെ വെറുക്കുക അത് മോശമല്ലേ, വളരെ മോശമല്ലേ? അപ്പോൾ അങ്ങനെ ആക്കി തീർക്കുന്നു. അങ്ങനെ ആക്കി തീർത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നതിന് ലെജിറ്റിമസി ഇല്ലല്ലോ. ഇത് തന്നെ ഡോക്കിൻസും പറഞ്ഞാണ്, മൈ ക്രിറ്റിസിസം ഓഫ് ഐഡിയാസ് നോട്ട് പീപ്പിൾ. നോ വേ, ഡസൻറ്റ് കട്ട്. അതുപോലെ അദ്ദേഹം പറയുന്നത്, പ്രൈസ് ഓഫ് സ്പീക്കിംഗ് ഓണസ്റ്റ്ലി ഹാസ് ബിക്കം ടു ഹൈ. സത്യസന്ധമായി സംസാരിക്കുന്നതിൻ്റെ വില വളരെ കൂടുതലാണ്, ഞാൻ അതുകൊണ്ട് മിണ്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്കിൻസിന്റെ വേറൊരു കോട്ട് ഈ അടുത്തിടെ വന്നതാണ്, അടുത്തിടെയല്ല, ഇപ്പൊ റിപ്പീറ്റ് ചെയ്താണ്, പണ്ടും അദ്ദേഹം പറഞ്ഞിട്ടാണ്, സം റിലീജിയൻസ് റിയാക്ട് വയലന്റ്ലി ടു ക്രിറ്റിസിസം, ഐ വിൽ നോട്ട് പ്രിറ്റൻഡ് അതർവൈസ്. ചില മതങ്ങൾ വിമർശനത്തോട് വളരെ അക്രമാസക്തമായിട്ടാണ് പ്രതികരിക്കുന്നത്, അങ്ങനെ അല്ല എന്ന് നടിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതൊരു സത്യമാണ്. എല്ലാ മതങ്ങളും ഒരേപോലെയല്ല, എല്ലാ മതങ്ങളും ഒരേപോലെയാണ്. അടിസ്ഥാനപരമായി എല്ലാം കപടമാണ്, തട്ടിപ്പാണ്, അശാസ്ത്രീയമാണ്, അമാനവികമാണ്, 100% ആണ്. പക്ഷേ സ്റ്റിൽ ദർ ഈസ് എ ഡിഫറൻസ്. ഒരുപക്ഷെ ജൈനിസം ഭയങ്കര നിരുദ്രപരമായ മതമായിരിക്കും, നിങ്ങൾ ഒരുപക്ഷെ പറയായിരിക്കും അതിനകത്ത് ആളില്ലാത്തതുകൊണ്ടാണ്. ആളില്ലാത്തത് കൊണ്ട് മേ ബി വൺ റീസൺ, കുറച്ച് പേരെ ഉള്ളത് കൊണ്ട് അക്രമം കുറച്ച്. ഇപ്പോൾ ഒരു പാർട്ടി ആണെങ്കിലും ആ ജംഗ്ഷനിൽ അവരാണ് കൂടുതലെങ്കിൽ അവർ കൂടുതൽ അക്രമം കാണിക്കുമല്ലോ, അല്ലെങ്കിൽ പ്രഹരശേഷി കൂടുതലായിരിക്കും. ഒരു കാരണമായിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ അതിന് തെളിവൊന്നുമില്ല. ഇന്ത്യയിൽ മുഴുവൻ ജൈനന്മാരായിരുന്നെങ്കിൽ എന്താകും, ജൈന സുപ്രീമസി ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, ഡോക്ടറിലായിട്ട് അക്രമം നടത്താനും മതം പടർത്താനുമുള്ള ഒരു സംഗതി ജൈനിസത്തിലില്ല. പണ്ട് ജൈനന്മാരും ബുദ്ധന്മാരും തമ്മിൽ സംവാദങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ജൈന ബുദ്ധ സംവാദങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ ഓരോരോ കാര്യം, എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം, നമുക്ക് 10 ദിവസം ഇരുന്ന് സംസാരിക്കാം, വെള്ളം കൊണ്ടുവെക്കുക, കപ്പലൻ കൊണ്ടുവെക്കുക, സംസാരിക്കുക, ഡിസ്കഷൻ, ഡിബേറ്റ്. അതിൻ്റെ ഭാഷയും വാളിൻ്റെ ഭാഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡോക്കിൻസ് വീണ്ടും തിരിച്ച് പുസ്തക എഴുത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ അവസാനം കണ്ട ഡിബേറ്റിലും പുള്ളി പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു പുസ്തകം എഴുതാൻ പോവാണ്. പ്രധാനമായിട്ട് ബയോളജിയിലേക്ക് തിരിച്ചു പോകുക. ബയോളജിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ഈ ബയോളജി പറഞ്ഞ് മതത്തെ തകർക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഞാൻ ഈ വിമർശനമൊക്കെ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ രംഗത്തേക്ക് വരുന്ന സമയത്ത്, ഞങ്ങൾ സ്ട്രിക്ട്ലി സംസാരിച്ചിരുന്നത് ഇവല്യൂഷനാണ്. ഇവല്യൂഷൻ ബ്ലോഗിൽ പോസ്റ്റ് ഇടുക, അതിനെതിരായിട്ട് പോസ്റ്റ് ഇടുക, കമൻ്റ് ഇടുക. ഇന്നിപ്പോൾ അത്രയധികം കാണാനില്ല ഇവല്യൂഷനെ, അധികം ഡിസ്കഷനൊന്നും കാണാൻ. മറ്റതെങ്ങനെയാണ് ജിറാഫിൻ്റെ കഴുത്ത് നീണ്ടത്, അതൊക്കെയാണ് ഭയങ്കര ഡിസ്കഷൻസ്, എൻ്റെ മേളിൽ ഡിസ്കഷൻസായി. എന്തുകൊണ്ടാണ് ഈ ഇവല്യൂഷണറി ബയോളജി നിങ്ങൾ ഈ മതം സംബന്ധിച്ചുള്ള ഡിസ്കോഴ്സിൽ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. കാരണം നമ്മളെ തന്നെ നോക്കുമ്പോൾ, ചുറ്റും നോക്കുമ്പോൾ, ഈ ജീവികളൊക്കെ എങ്ങനെ വന്നു, ഈ ജീവികളുടെ അടിസ്ഥാനം എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരങ്ങളില്ലാത്ത എല്ലാ സാധനവും കൊണ്ടുവന്നിടാനുള്ള ഡസ്റ്റ് ബിന്നാണ് ദൈവം എന്ന് പറയുന്നത്. അവൻ ഉണ്ടാക്കി, അവൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കി. ആരാണോ ഉണ്ടാക്കിയത് അവൻ തിരിച്ചും മറിച്ചും പറയും. അവന് പഠിക്കേണ്ടതില്ല, അറിയേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഫോൾസ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. പക്ഷെ ഫോൾസ് ആൻസേഴ്സ് ആർ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ബെറ്റർ ദാൻ നോ ആൻസർ. ആൻസർ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഫോൾസ് ആൻസർ. അപ്പോൾ ഡോക്കിൻസിൻ്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയൊരു ബുക്കാണ് ജനറ്റിക് ബുക്ക് ഓഫ് ദ ഡെഡ് എന്നത്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞതിനകത്തും ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് മനുഷ്യരായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉത്തരം പറയും? നമ്മൾ സാധാരണ മതം പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യരാകാനായിട്ട് മനുഷ്യരെ പോലെ ഒരു സാധനം ഉണ്ടാക്കുക, അതിനകത്തോട്ട് അടിച്ചു കയറ്റുക, ഊതി കയറ്റുക, മനുഷ്യരായി. ഏതാണ് കറക്റ്റ്?
ഒരു പ്രശ്നമില്ല. മനസ്സിലാക്കാൻ എളുപ്പമാണ്, കാര്യങ്ങളെല്ലാം എളുപ്പമാണ്, വിശ്വാസ ജീവിതം നയിക്കാനും അത് വളരെ നല്ലതാണ്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നിന്നാണ് അദ്ദേഹം ജനറ്റിക് ബുക്ക് ഓഫ് ദ ഡെഡ് എന്നുള്ള ആ പുസ്തകത്തിൽ ദ ആൻസസ്റ്റേഴ്സ് ടെയില്, റിവർ ഔട്ട് ഓഫ് ഈഡൻ, അതിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ ആശയങ്ങളൊന്ന് റീസൈക്കിൾ ചെയ്ത് റിഫൈൻ ചെയ്ത് അവതരിപ്പിക്കുകയാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഒരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിയെ കാണുമ്പോൾ, ഒരു ഒട്ടകത്തെ കാണുമ്പോൾ, ഒട്ടകം എന്ന് പറയുന്ന ഒരു പാലിംസെസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പാലിംസെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മതിലുകളിലെല്ലാം പടം വരച്ചു വെച്ചിട്ട് അത് മായിച്ചിട്ട് വീണ്ടും പടം വരച്ചു വെച്ചിട്ട്, അപ്പോൾ പഴയ പടത്തിൻ്റെ UDF ബുക്ക്ഡ് കാണാൻ കഴിയും. ചിലപ്പോൾ LDFൻ്റെ ഒരു എഴുത്തിൻ്റെ മേളിൽ UDF കഴിഞ്ഞ വർഷം ബുക്ക് ചെയ്തതിൻ്റെ ഒരു പൂർണ്ണമായി മായിച്ചിട്ടുണ്ടാകും. പണ്ട് ഈ എഴുത്ത് ഉപകരണങ്ങളൊക്കെ വളരെ വിലപിടിപ്പുള്ളതായതിനാൽ ഈ മാനുസ്ക്രിപ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് മായിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ മേളിൽ എഴുതി വരും. അപ്പോൾ ഈ പഴയ അടയാളങ്ങൾ ഉണ്ടാകും, ആദ്യം എഴുതിയതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും. അതായത് ആഹാരം കഴിച്ചൊരു പാത്രത്തിൽ വേണ്ടത്ര കഴുകാതെ വീണ്ടും കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു രീതി, ഞാനൊരു അനോളജി പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഈ പാലിംസെസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളി പറയുന്നത് ഓരോ ജീവിയുടെയും ശരീരം എന്ന് പറയുന്ന ഒരു പാലിംസെസ്റ്റ് ആണെന്നാണ്. ഒരു ഒട്ടകത്തെ കാണുമ്പോൾ ആ ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ ഒരു മരുഭൂമി വരച്ചു വെച്ചിരിക്കുന്നു എന്നാണ് എഴുതുന്നത്. ആ മരുഭൂമി മാത്രമല്ല, ആ ഒട്ടകത്തിൻ്റെ മുൻഗാമികൾ അനുഭവിച്ചിരുന്ന ക്ഷാമങ്ങൾ, ജലദൗർലഭ്യം, ചൂട്, സാൻഡ്സ്റ്റോം, മണൽക്കാറ്റുകൾ, ഇതിൻ്റെ എല്ലാം അടയാളങ്ങൾ ഒട്ടകത്തിൻ്റെ ശരീരത്തിലുണ്ട്. നിങ്ങൾക്ക് ഒട്ടകത്തെ നോക്കുമ്പോൾ, അകമ്പുറം നോക്കുമ്പോൾ, ഒട്ടകം വന്ന വഴി മുഴുവൻ അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒട്ടകമായിട്ടല്ല തുടങ്ങിയത്. അപ്പോഴാണ് ഈ റാൻഡം മ്യൂട്ടേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറയുന്ന ഇവല്യൂഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം. റാൻഡം എന്താണ്? ഈ അടുത്തിടെയും ഞാൻ ഒരു നിസ്സാരമായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ DNA ആണ്. DNA ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പക്ഷെ പൊതുസമൂഹത്തിൽ DNA എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ ബോറായിട്ട് തോന്നാം. പക്ഷേ ഇത് ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, നമ്മളും ഈ ഭൂമിയിലുള്ള എല്ലാ ചരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ കണക്ഷൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കുകയും അത് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുകയാണ്. കാരണം ഒന്നാമത് അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. വി ആർ ഓൾ കണക്റ്റഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിലുള്ള എന്തോ ഒന്ന് മറ്റുള്ള ജീവികളിലുണ്ട്. ആമയിലുണ്ട്, പശുവിലുണ്ട്, ആപ്പിളിലുണ്ട്, ഓറഞ്ചിലുണ്ട്, സസ്യങ്ങളിലുണ്ട്. നമ്മളിലുള്ള എന്തോ ഒന്ന് അവരിലുണ്ട്. അതെന്താണ്? അതാണ് DNA. ഈ യൂക്യാരിയോട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായ ജനിതക ഘടന എന്ന് പറയുന്നത് DNA ആണ്. DNA എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ശരിക്കും ഒരു മോളിക്യൂളാണ്, ഒരു പോളിമർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു കോശത്തിലുള്ള ഒരു DNA ഒരു ഡബിൾ ഹെലിക്സ് ആണ്. അടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു 2 മീറ്ററെങ്കിലും വരും. പക്ഷെ അത് ചുരുക്കി ഒരു കോശത്തിലേക്ക് വരികയാണ്. എങ്ങനെ? ഒരു 2 കിലോമീറ്റർ റോഡ് ഒരു ടെന്നീസ് ബോളിലേക്ക് ഒതുക്കുന്നത് പോലെ അമ്മാതിരിയാണിത് ചുരുണ്ട് ഡബിൾ ഹെലിക്സ് പോലെ ഇരിക്കുന്നത്. ഇതാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ എങ്ങനെ നമ്മൾ വ്യത്യസ്തരായി? നമ്മൾ വ്യത്യസ്തരായതിൻ്റെ ഒരു കാരണം, ഒന്ന്, ഒരു പ്രാഥമികമായിട്ടുള്ള നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ലൈഫ് ലൈൻ അല്ലെങ്കിൽ ലൈഫ് ട്രീ എന്നൊക്കെ പറയുന്ന ഡാർവിൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. എങ്ങനെയാണ് ജീവികുലം, അതായത് ഒരു ബനിയൻ ട്രീ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രീ പോലെ വേര്, കാണ്ഡം, ശാഖ, ശാഖോപശാഖ, ഇല, ഇങ്ങനെ പോവുകയാണ്. 2 അവസാനം വരുന്ന ഇലകളിൽ ഓരോന്നാണ് നമ്മൾ ഏപ്സ് ഓരോന്നായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഗറില്ല, ഒറാങ്ങോട്ടൻ, ചിമ്പാൻസി, ഹോമോസാപ്പിയൻസ്, ഇത് അവസാനം വരുന്നതാണ്. ലൈക്ക് ഇവിടെ വരുമ്പോൾ ഒരു രസമുള്ളത്, ഈ ജീനുകൾ നമ്മളും
ചിമ്പൻസിയായിട്ട് 99% വരെ പറയുന്നു. 99% അധികം പറയുന്നു ജനിതക സാമ്യമാണ്, അതേ ജീനുകളാണ്. ഗറിലയായിട്ട് ഇച്ചിരി കുറച്ച് 98, ഒറാങ്ങോട്ടനുമായിട്ട് കുറച്ചുകൂടെ താഴെ, ഇങ്ങനെ വരികയാണ്. നമ്മുടെ ഈ ഏപ്സ് വന്നിട്ട് അവസാനം പ്രൈമേറ്റ്സ്, അതായത് വാലുള്ള കുരങ്ങിലേക്ക് വരുമ്പോൾ സാമ്യം 80% വരിക. എന്താ മനസ്സിലാക്കുന്നത്? വാലുള്ള കുരങ്ങ് 80%, ചിമ്പാൻസി 99 ആണെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ലോജിക്ക് നോക്കിയാൽ മതി. ഇതേ സാധനമാണ്, ഒരേ സാധനമാണ്. അതിൻ്റെ ലിങ്കിങ്ങിലും ബൂട്ടിങ്ങിലും ഒക്കെ ചില വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ കേവലം 0.1% ജീനോം ഡിഫറൻസ് പോലും വലിയ വ്യത്യാസം ഉണ്ടാകും. അത് വേറെ. ഇപ്പം നമ്മൾ എന്താണ് ഈ ചെറിയ വ്യത്യാസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ്. ഇപ്പം 2 പ്ലാസ്റ്റിക് കവറിനകത്ത് നിറച്ച് നിങ്ങൾ വെള്ളം നിറയ്ക്കുക, ഒരു വ്യത്യാസവുമില്ല 2 പ്ലാസ്റ്റിക് കവറിനും. പക്ഷെ ഒരു പ്ലാസ്റ്റിക് കവർ ഒരു ചെറിയ സുഷിരമുണ്ട്. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം വ്യത്യാസം ഭീകരമായിരിക്കും, അല്ലേ? ഞാൻ പറഞ്ഞു വ്യത്യാസങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഒരു ചെറിയ വ്യത്യാസമല്ലോ. അപ്പോൾ പിന്നെ ചിമ്പൻസിയും മനുഷ്യനുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. പക്ഷേ ജനിതകമായി 99% അടുത്താണല്ലോ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെ അബദ്ധത്തിൽ ചാടുന്നതാണ്. അപ്പം ഇതാണ് ഈ DNA എന്ന് പറയുന്ന സംഗതിയാണ്. ന്യൂക്ലിയോടൈഡ്സ്, അതുവഴി DNA ഉണ്ടാവുന്നു. ജീൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ജീൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ കോഡ് ചെയ്യാൻ ശേഷിയുള്ള DNA സെഗ്മെന്റിനെയാണ് ജീൻ എന്ന് പറയുന്നത്. നമ്മുടെ ജിനോം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ 98% ഈ പ്രോട്ടീൻ കോഡ് ചെയ്യാൻ കഴിയാത്ത, കോഡ് ചെയ്യാൻ ശേഷിയില്ലാത്ത DNA ആണ് നമ്മുടെ ജിനോം. ജിനോം എന്ന് പറയുന്നത് നമ്മുടെ ക്രോമസോം. ലേശം ബയോളജി പറഞ്ഞെങ്കിലേ പോകാൻ പറ്റും. നോക്കൂ, നമ്മുടെ ക്രോമസോം അറിയാമല്ലോ. നമ്മൾ സ്ത്രീ പുരുഷ സംഗമം, ക്രോമസോം എക്സ്ചേഞ്ച്, ഫെർട്ടിലൈസേഷൻ, പുതിയ ജീവി ഉണ്ടാകുന്നു. അതൊന്നും ഇവല്യൂഷൻ അല്ല കേട്ടോ. അതൊക്കെ അടുത്ത തലമുറ, അത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. 2 കാര്യം ഇവല്യൂഷൻ അല്ല. ഒന്ന് റീപ്രൊഡക്ഷൻ ഇവല്യൂഷൻ അല്ല. 2 നിങ്ങളുടെ ഗ്രോത്ത്. നിങ്ങൾ വളർന്ന കൊച്ചുകുട്ടി സൈഗോട്ട് വളർന്നു വലുതായി, ഇല്ല 6 മാസം ശബരിമലയിലെ കുട്ടിയായി വളർന്നു വലുതായി അവസാനം തീരുന്നു. ഇതിനെ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഇവല്യൂഷൻ. റീപ്രൊഡക്ഷനും ഇവല്യൂഷൻ അല്ല. ഇവല്യൂഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ എന്താണ് മാക്രോ സ്കെയിലിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ജീവന്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മളുടെ കോശം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഡോക്കൻസ് ഈ ബുക്കിൽ പറയുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ റീസൈക്കിൾ ചെയ്യുന്നത്. നമ്മുടെ കോശത്തിനുള്ളിൽ വേറെ ഒരു കോശമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ല നിങ്ങൾക്കറിയാം. മൈറ്റോകോൺട്രിയ എന്ന് പറയും. അതിൻ്റെ പവർ ഹൗസ് ആണ്, അല്ലെങ്കിൽ കിച്ചണാണ്. ATP ഉണ്ടാക്കുന്ന സാധനമാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയ നമ്മുടെ കോശത്തിലേക്ക് എന്നാണ് വന്നതെന്നറിയോ? നമ്മുടെ കോശം ബേസിക്കലി ഇപ്പോൾ ഒരു ലൈഫ് ട്രീ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയയും ആർക്കിയയും രണ്ടാണ്. ആർക്കിയയിൽ നിന്നാണ് ശരിക്കും നമ്മുടെ കോശത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ഒരു ആർക്കിയ കോശത്തിലേക്ക്, അത് ഒരു പ്രോകാരിയോട്ട് ആണ്, എവിടെ നിന്നോ ഒരു ബാക്ടീരിയ വന്ന് വീണുപോയി, എൻഗൾഫ്ഡ് ആയിപ്പോയി. അങ്ങനെയാണ് നമ്മുടെ കോശം ഉണ്ടാകുന്നത്. അതായത് യൂകാരിയോട്ടിൻ്റെ കോശം ഉണ്ടാകുന്നത് ഒരു ആർക്കിയ കോശം ഒരു ബാക്ടീരിയ കോശം തമ്മിലുള്ള സങ്കലനമാണ്. ആണും പെണ്ണും പോലെ. ഞാൻ സിംപ്ലിസിസ്റ്റിക് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്പേമും എഗ്ഗും പോലെ ഒരു ആർക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ പോലെ ഒരു ലെവലാണ്. എക്സ്ട്രീം ഹീറ്റിലും എക്സ്ട്രീം സലൈനിറ്റിലും ഒക്കെ അതിജീവിക്കുന്ന ഒന്നാണ് ഈ ആർക്കിയ. ആർക്കിയയുടെ കോശ ഘടനയാണ് നമ്മുടെ കോശത്തിനുള്ളത്. പക്ഷേ അതിലെ ഒരു ബാക്ടീരിയ അതിനകത്ത് വന്നു വീണു. ഈ ബാക്ടീരിയയാണ് ശരിക്കും മൈറ്റോകോൺട്രിയ. നമ്മുടെ കോശത്തിനുള്ളിലൊരു കോശം, നമ്മുടെ എല്ലാ കോശങ്ങളിലും ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ സ്വന്തമായ ഓർഗനൽസ് ഉണ്ട്, സ്വന്തമായ റീപ്രൊഡക്ഷൻ നടക്കും. അത് ബാക്ടീരിയ പോലെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, മുറിഞ്ഞു പോവാൻ. അപ്പോൾ നമ്മളുടെ തുടക്കം തന്നെ ഈ ഒരു സങ്കലനമാണ്. ഇപ്പോഴും നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കുന്നത് ഇതാണ്. അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ ജീൻ ഫ്ലോ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം, നോക്കൂ, ഒരു ആർക്കിയയിലേക്ക് ഒരു ബാക്ടീരിയ വന്ന് കയറുന്നു. അതൊരു പുതിയ തരം കോശമാകുന്നു. ആ കോശങ്ങളിൽ നിന്ന് പുതിയ ഇത് വരുന്നു. ഇൻവെർട്രേറ്റഡ് ആയിട്ടുള്ളത് വരുന്നു, വെർട്ടിബ്രേറ്റഡ് ആയിട്ടുള്ളത് വരുന്നു, ഇങ്ങനെ കയറി വരുന്നു. പക്ഷികൾ വരുന്നു, ഉരകങ്ങൾ വരുന്നു, മാമൽസ് വരുന്നു, പ്രൈമേറ്റ്സ് വരുന്നു, ഏപ്സ് വരുന്നു, ഹോമിനിഡ്സ് വരുന്നു, ഹോമോസാപ്പിയൻസ്.
എത്ര കോടി വർഷം എടുത്തിട്ടുണ്ടെന്ന്. ഇങ്ങനെയാണ് മനുഷ്യനുണ്ടായതെന്ന് പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ബയോളജി കണക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടോ? ഞാൻ പലരുമായിട്ട് ബയോളജി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഐ ഡിസ്കസ് ബയോളജി വിത്ത്. നിങ്ങൾക്ക് ഒരു രക്ഷയിൽ നിങ്ങൾ ChatGPT എടുത്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. കാരണം ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. എങ്ങനെ ജീവനുണ്ടായി? അത് നമ്മളെ ഇങ്ങനെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന അതേ കൗതുകത്തോടെ നമ്മളെ മുന്നോട്ട് നയിക്കും. എങ്ങനെയാണ് ഇതുണ്ടായത്? എങ്ങനെയാണ് നമ്മളുടെ ഓരോ ഇത് വന്നത്? ഈ കോശങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഈ കോശങ്ങൾ പണ്ട് മനുഷ്യരായിട്ടുണ്ടായിരുന്നില്ല, പണ്ട് മൃഗങ്ങൾ ഉണ്ടായിരുന്നില്ല, പണ്ട് ജീവികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എവിടെ നിന്ന് വന്നു? ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് എങ്ങനെ ജീവൻ ഉണ്ടായി? അതിനാണ് അബിയോജെനിസിസ് എന്ന് പറയുന്നത്. അത് കെമിസ്ട്രിയാണ്, അത് ബയോളജി അല്ല. എന്നാൽ പോലും ഈ ഒരു രീതിയിൽ മനുഷ്യന്റെ ഇന്നത്തെ അസ്തിത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഭൗമവും അതിഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാവും. മനുഷ്യനെ ദൈവം ഉണ്ടാക്കി എന്നുള്ളതാണ് ശരിക്കും മതത്തിന്റെ വാദം. ഇവിടെ മനുഷ്യനെ ആരും ഉണ്ടാക്കിയതല്ലെന്നും മനുഷ്യൻ വാസ് ഉണ്ടാക്കപ്പെടുക, മീൻസ് അതൊരു പ്രോസസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയവനെ ഇത് അൾട്ടിമേറ്റ് ഉണ്ടാക്കറെ തേടി നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇതാണ് DNA സ്ട്രക്ചർ. ഇതാണ് ഞാൻ പറഞ്ഞ സെൽ വിതിൻ ദ സെൽ, മൈറ്റോകോൺട്രിയ. ഇതുണ്ടോ? നമ്മുടെ സെല്ലാണ് ഈ കാണുന്നത്. ഈ സെല്ലിന് ചുറ്റും ഇവിടെ കിടക്കുന്ന സാധനമാണ് നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസിലാണ് ക്രോമസോംസ് ഉള്ളത്. നമ്മുടെ ജിനോം ഉള്ളത് സെൽ ന്യൂക്ലിയസിലാണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ബാക്ടീരിയ നമുക്ക് ഓപ്പൺ അല്ല. ഈ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ് മൈറ്റോകോൺട്രിയ. ഇതാണ് നമ്മുടെ ATP, നമ്മുടെ പവർ ഹൗസ്. മൈറ്റോകോൺട്രിയോൺ എന്ന് പറയും. ഓരോത്തിനും കോൺട്രിയോൺ എന്നും പ്ലൂറലായിട്ട് കോൺട്രിയ എന്നും പറയും. സെൽ മെമ്മറി. നമ്മുടെ കോശത്തിനുള്ളിൽ വേറൊരു കോശം ഉണ്ട് എന്നുള്ള ഒരു ധാരണ തന്നെ നമ്മൾ കലർപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ. നമ്മളിവിടെ ജാതിയും മതവും ഒക്കെ പറഞ്ഞ് ഐത്തവും മതപരമായി ആ മതത്തിൽപ്പെട്ടവൻ, ഈ മതത്തിൽപ്പെട്ടവൻ, മറ്റേ മതത്തിൽപ്പെട്ടവൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഏതാണ്ട് 10% 5 മുതൽ 10% വരെ ബാക്ടീരിയകളുടെ ഭാരമാണ്. നമ്മുടെ ഉദരത്തിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലുള്ള, ഈസോവേഗസിലുള്ള, വായിലുള്ള, ത്വക്കിലുള്ള ബാക്ടീരിയകളുടെ എണ്ണം അസംഖ്യമാണ്, കോടിക്കണക്കിനാണ്. നമ്മുടെ കോശങ്ങളുടെ എണ്ണങ്ങളേക്കാൾ കൂടുതലാണ്. ബാക്ടീരിയൻ ചുമന്നുകൊണ്ടാണ് നമ്മൾ ബാക്ടീരിയയാണ്. പിന്നെ പരാതങ്ങൾ, ഷഡ്പദങ്ങൾ എന്താണെന്നറിയില്ല, പരാതങ്ങളുണ്ട്, ഫംഗസുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ തലയിലും ഈ നിറമാറ്റമൊക്കെ ഇല്ലേ, കറുപ്പ്, മുഖത്തിന് കീഴിൽ കറുപ്പ് എന്നൊക്കെ പറയാം. ഇതൊക്കെ ഓരോരോ സാധനങ്ങൾ അവിടെ ഇങ്ങനെ വസിക്കുകയാണ്, കോളനികളാണ്. നമ്മളെന്ന് പറയുന്നൊരു ഹാബിറ്റാറ്റാണ്. സൂക്ഷ്മജീവികളും ഇതെല്ലാ സാധനമുണ്ട്. അതിനോടൊപ്പം നമ്മുടെ ഓരോ കോശത്തിലും ഓരോ ബാക്ടീരിയ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ടീരിയ ആണോ മനുഷ്യനാണോ? നമ്മളും ബാക്ടീരിയയായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are bacteria inside your body and in every cell there is a bacteria, that is mitochondria. അതല്ലേക്കാം. മൈറ്റോകോൺട്രിയക്ക് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേപോലെയാണ് മൈറ്റോകോൺട്രിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കോശത്തിൽ ഇരുന്നുണ്ട്. നമ്മുടെ കോശത്തിൽ മൈറ്റോസിസ്, മയോസിസ് എന്നൊക്കെ പറയുന്ന വേറെ രീതിയിലുള്ള വിഭജനങ്ങളാണ് ഉള്ളത്. അതൊന്നും ഇവനെടുക്കില്ല. അവൻ പഴയ രീതി വന്ന രീതിയിൽ തന്നെ അവൻ എന്താ പറയുന്നത്, തോർത്തെടുത്തുകൊണ്ട് തന്നെ ജീവിക്കും. വേറെ പാൻസ് അങ്ങനെയൊന്നും ഇല്ല. അത് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇത് ഡാർവിൻ വരച്ചു വെച്ചൊരു ട്രീ ആണ്. നിങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടോ? മേളിൽ നിൽക്കുന്ന മനുഷ്യൻ ഡാർവിനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ചിമ്പൻസി ഇങ്ങനെ ഓരോരോ ഇതുണ്ടോ, ഈ അറ്റത്ത് നിൽക്കുകയാണ്. ഇവിടെ താഴെയാണ് പോകുന്നത്. ഈ വേരിലാണ് ഒറിജിൻ. ഇവിടെയാണ് ആർക്കിയും ബാക്ടീരിയ ഉള്ളത്. വേര്, പിന്നെ കാണ്ഡം, എന്നിട്ട് ഓരോരോ രീതിയിലാണ് പോകുന്നത്. ഈ പോകുമ്പോൾ എന്താ പറയുക, ഈ ജീനുകൾ ഈ ബ്രാഞ്ചുകളിലേക്ക് ഒഴുകിയാണ് പോകുന്നത്. അതായത് മനുഷ്യന്റെ ഏതാണ്ട് 99% ജീനുകൾ ചിമ്പൻസിക്ക് ഉണ്ട്. കേട്ടോ, ചിമ്പൻസി മനുഷ്യൻ നിൽക്കുന്ന കണ്ടോ, അടുത്താണ്. പക്ഷെ ഇവിടെ ഉണ്ടാവില്ല. ഇത് വേറെ രീതിയിൽ വഴിപിരിഞ്ഞു പോയി. കണ്ടോ, ശംഖ്, പാറ്റ, ചെള്ള്, ഈച്ച, ആന, ഇതൊക്കെ വേറെ റൂട്ടാണ്. നിങ്ങളിപ്പോൾ കൂത്തുപറമ്പിൽ നിന്ന് കണ്ണൂരോട്ട് പോകുന്നു, കൂത്തുപറമ്പിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്നു. റൂട്ടുകൾ ഇങ്ങനെ പോവാണ്. ഒരേ സാധനമാണ് പോയിട്ടുള്ളത്. എന്താണ് തെളിയിക്കുന്നത്? ജീനുകൾ ഉണ്ടായി, ജീനുകളുടെ എണ്ണം കൂടി, വൈവിധ്യം കൂടി, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായി, റെപ്ലിക്കേഷൻ ഉണ്ടായി, മ്യൂട്ടേഷൻ ഉണ്ടായി, വിഭജിച്ച് കുറേ എണ്ണം ഡിഫെക്റ്റ് ആയി, കുറേ എണ്ണം ഡിസേബിൾഡ് ആയി, കുറേ എണ്ണം ബൂട്ടഡ് ആയി, പല സ്ഥലങ്ങൾ ഒരു ബോംബ് വീണ് പൊട്ടിച്ചിതറുന്ന പോലെ. ഒരേ സാധനം പല രൂപം, വൈവിധ്യം, വ്യത്യസ്തത.
വൈവിധ്യവും വ്യത്യസ്തതയാണ് യഥാർത്ഥം. വേരിയേഷൻസ് ആൻഡ് വേരിയേഷൻസ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വിവേചനം ഉണ്ടാകുമോ? മറ്റേ ജാതിക്കാരൻ, മറ്റേ മതക്കാരൻ, മറ്റേ പാർട്ടിക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ അവൻ ഞാനാണ് എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഉപരിതല സ്പർശിയായ മാറ്റങ്ങൾ ഒഴികെ മനുഷ്യരാശി മാത്രമല്ല, ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാതികളും ഒന്നാണ് എന്ന് പഠിപ്പിക്കലാണ് പരിണാമത്തിൻ്റെ ഏറ്റവും വലിയ അത് നൽകുന്ന സന്ദേശം. ഇതൊരു വലിയൊരു തിരിച്ചറിവാണ്. അത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും നിങ്ങൾ വിളിച്ചിരുത്തി യുക്തിസഹമായി സംസാരിച്ചാൽ ഇത് മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല. സയൻസ് പഠിക്കുക എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫാണ്. ഇപ്പൊ ഇവിടെ നോക്കാം, ഹ്യൂമൻസും ചിമ്പും 98.8 ഓൾമോസ്റ്റ് 99% ജിനോമാണ് ഷെയർ ചെയ്യുന്നത്. ഹ്യൂമൻസ് ഗറില്ല 98%. ഇച്ചിരി അടുത്ത് വന്നു. ഹ്യൂമൻസ് ഒറാങ്ങോട്ടൻ 97. ഇതിങ്ങനെ പോയിട്ട് അവസാനം ഈ പ്രൈമേറ്റുകളൊക്കെ വരുമ്പോൾ 80 വരും. അത് കഴിഞ്ഞുള്ള ജീവി വരുമ്പോൾ പിന്നെയും താഴോട്ട് വരും. നമ്മളും ബാക്ടീരിയ ഷെയർ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളും ബാക്ടീരിയയുമായിട്ട് സാമ്യമുണ്ട്, നമ്മൾ ആനയായിട്ട് സാമ്യമുണ്ട്, നമ്മൾ എലിയായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട്, ഒരു ജനറ്റിക്കായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. പക്ഷേ ശതമാനങ്ങൾ വ്യത്യസ്തപ്പെട്ടു. ഇനിയിപ്പോൾ നോക്കട്ടെ, ഒരു ചെറിയ ജീവിയിൽ ചിലർ പറയും ഒരു പാറ്റയിൽ നമ്മളുമായിട്ട് 80% ജീനുകൾ ഉണ്ടല്ലോ എന്നങ്ങനെ പറയുന്നില്ല. ഞാൻ ചുമ്മാ പറയാണ്. അതിൻ്റെ കാര്യം എന്നറിയോ? ഒരു ചെറിയ ജീവിയിൽ ജീനുകൾ കുറവായിരിക്കും, എണ്ണം കുറവായിരിക്കും. ആ ജീനുകളെല്ലാം തന്നെ നമ്മളിലുണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ 90% ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കണക്കെടുക്കുമ്പോൾ എന്താ പറയും? അതിൻ്റെ 90% നമ്മളിലുണ്ട്, പക്ഷെ നമ്മുടെ 90% അതിൻ്റെ ഇല്ല. ഈ ശതമാന കണക്കൊക്കെ പറഞ്ഞിട്ട് നോക്കും. പാറ്റ എവിടെ കിടക്കുന്നു? ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞേ, പാറ്റയും മനുഷ്യനോടല്ല പറഞ്ഞത്. അല്ലെ അതേപോലെ ഒരു ജീവി അല്ലെങ്കിൽ വാഴപ്പഴവും മനുഷ്യനുമായിട്ട് ഇത്ര ശതമാനം ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട്. വാഴപ്പഴം എന്താ ഇങ്ങനെ നിൽക്കുന്നു, മനുഷ്യൻ എന്താ ഭയങ്കര ചിന്ത എന്ന് പറയും. എന്താണോ അവിടെ ഉള്ളത് അതെല്ലാം നമ്മളിലുണ്ടെങ്കിൽ 100% അതിനെ സംബന്ധിച്ച്. കാര്യം നമ്മൾ വരുമ്പോൾ ഇതെല്ലാം കൊണ്ടാണ് വരുന്നത്. അവിടുന്ന് കയറി വന്ന ആ വേരിൽ നിന്ന് വരുന്നില്ലേ, ഈ സാധനം എല്ലായിട്ടാണ് വരുന്നത്. അത് കുറേ എണ്ണം മാറി ചിലത് ബ്രേക്കായി പോവും ജനറ്റിക്കലി, DNA. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഡോക്കിൻസ് വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ അതിന് മുന്നേ തന്നെ ശാസ്ത്രലോകം വിലയിരുത്തുന്ന കാര്യമാണ് ഈ മൈറ്റോകോൺട്രിയയിലായിട്ടുള്ള ഈവ് എന്ന് പറയുന്നത്. എന്താണ് ഈ മൈറ്റോകോൺട്രിയൽ ഈവ്? നിങ്ങൾ ഒരാണും പെണ്ണും തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഒരു സ്പേമും ഒരു എഗ്ഗുമാണ്. ആ എഗ്ഗ് എന്ന് പറയുന്നത് എന്താണ്? ഇത് വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ എഗ്ഗ് എന്ന് പറയുന്നത് ആ കോശമാണ്. ആ കോശത്തിലുള്ള അതിൻ്റെ ആഹാരം മുഴുവൻ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ, മെമ്മറൈൻ, സൈറ്റോപ്ലാസം എല്ലാം എഗ്ഗിലാണുള്ളത്. എഗ്ഗ് വളരെ വലുതാണ്. ഒരു സ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ പറയുന്നത്, DNA ആണ്. അതായത് പകുതി ക്രോമസോമാണ്, പകുതി ജനിതക പദാർത്ഥമാണ് ഒരു സ്പേം. മില്യൺസ് ഓഫ് സ്പേംസ് വന്നിട്ടാണ് ഒരു എഗ്ഗിൽ ഒരെണ്ണം അകത്ത് കിടക്കുന്നത്. അത് പേഴ്സ് ചെയ്ത് ഉള്ളിൽ കയറും. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, ഇതിൻ്റെ തല മാത്രമേ കയറുള്ളൂ, ഈ ക്രോമസോം മാത്രമേ ഉള്ളിൽ കയറുള്ളൂ. ഈ സ്പേം ഒരു സെല്ലാണ്, അപ്പോൾ അതിന് മൈറ്റോകോൺട്രിയ ഉണ്ട്. എഗ് ഒരു സെല്ലാണ്, അതിന് മൈറ്റോകോൺട്രിയ ഉണ്ട്. പക്ഷേ ഈ സങ്കലന സമയത്ത് ഒരു സ്പേം എഗ്ഗിലേക്ക് തുളച്ച് കയറുമ്പോൾ തല മാത്രമേ കയറൂ, എൻ്റെ വാലിനിപ്പുറമുള്ള സാധനം നശിച്ചു പുറത്ത് കിടക്കും. അവിടെയാണ് ആ സ്പേമിൻ്റെ മൈറ്റോകോൺട്രിയ ഉള്ളത്. സ്പേമിൻ്റെ മൈറ്റോകോൺട്രിയ ഒരിക്കലും എഗ്ഗിനുള്ളിൽ പ്രവേശിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ആ എഗ്ഗിനുള്ളിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആ എഗ്ഗ് ഒരു കോശമായിട്ട് മാറുന്നു. കാര്യം 50% ക്രോമസോം സ്പേമിൽ നിന്ന് വന്നു, 50% ഇവിടെയുണ്ട്, കോശത്തിൻ്റെ എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. അപ്പോൾ ഈ സ്പേമും എഗ്ഗൂടെ ചേർന്ന് സൈഗോട്ട് ആവുന്നു, സൈഗോട്ട് കുട്ടിയാവുന്നു. പക്ഷെ ഒരു പ്രശ്നം, ആ എഗ്ഗിൻ്റെ മൈറ്റോകോൺട്രിയ മാത്രമേ കുട്ടിക്ക് കിട്ടുന്നുള്ളൂ. മനസ്സിലായോ? എഗ്ഗ് ആരുടെയാ? അമ്മയുടെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൈറ്റോകോൺട്രിയ, നിങ്ങളുടെ സെല്ലിലുള്ള മൈറ്റോകോൺട്രിയ ആരുടെയാണ്? നിങ്ങളുടെ അമ്മയുടെയാണ്. നിങ്ങളുടെ അമ്മയുടെ എവിടെ നിന്ന് വരുന്നു? അമ്മയുടെ ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ ഏറ്റവും ആദിമം ഇൻ ദ സെൻസ് ദാറ്റ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അമ്മ, അതിനെയാണ് മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് പറയുന്നത്. ആ അമ്മ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ത്രീ എന്ന് അർത്ഥമില്ല.
ചിലപ്പോൾ ചില സ്ത്രീകൾ, ആ ലൈനിൽപ്പെട്ട പല സ്ത്രീകളുടെയും എന്താ പറയുന്നത്, റീപ്രൊഡക്ഷൻ അവസാനിച്ചിട്ടുണ്ടാകും. ചില കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, ചില റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മരിച്ചിട്ടുണ്ടാവും. അവരെല്ലാം ഇങ്ങനെ മാറി മാറി പോയിട്ട് അവസാനം നമ്മളിലേക്ക് ഒരു നേർവര വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ആൻസസ്ട്രിയാണ് മൈറ്റോകോൺട്രിയൽ ഈവ് എന്ന് പറയും. ആ ഈവ് ഇങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെവിടെയോ ആഫ്രിക്കൻ സാവന്നകളിൽ ഉള്ള ഒരു സ്ത്രീയുടെ എഗ്ഗിലെ മൈറ്റോകോൺട്രിയം ആണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കോപ്പികളായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. എത്ര മനോഹരമായ ഒരു സങ്കല്പമാണ് ഈ മൈറ്റോകോൺട്രിയ. അതുപോലെ തന്നെയാണ് ഈ വൈ ക്രോമസോമൽ ആദം എന്ന് പറയുന്നത്. ഇത് ഡോക്കിൻസ് പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ഡോക്കിൻസ് ഇതിനെ കുറിച്ച് പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ വൈ ക്രോമസോമൽ ആദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോമസോം അറിയാം, XY. അതാരുടെയാണ്? പുരുഷന്റെയാണ് XY. സ്ത്രീയുടെ XX. ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNA-യുടെ തന്നെ ഒരു വലിയ എന്താ പറയുക, വലിയ പുഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭയങ്കര ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ശരിക്കും ജീൻസ് ഒരു 2%, 1% ഒക്കെ ഉണ്ടാവും. അത് പറയുക. നിങ്ങൾ ജനിക്കുമ്പോൾ ഇപ്പം നിങ്ങളിവിടെ പുരുഷന്മാരിയ്ക്കുന്നു, നിങ്ങളുടെ ക്രോമസോം XY ആണ്. ഞാൻ കഴിഞ്ഞ നാസ്തികനായ ദൈവത്തിൽ ഈ സെക്സ് ബൈനറി ആണോ എന്നുള്ള ഡോക്കിൻസിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് പറയുന്നത് സമാനമായ വേറൊരു കാര്യമാണ്. ഈ മൈറ്റോകോൺട്രിയൽ ഈവിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീയാണ് ഒരു കുട്ടിയെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് എത്ര ശതമാനം എന്ന് പറയുമ്പോൾ 100% സംഭാവന കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആരാണ്? പെണ്ണാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ അതിൽ ഞാൻ എൻ്റെ ഒരു സോഷ്യോളജിയിൽ ഇമ്പാക്റ്റ് പറയാം. ബയോളജി ഈസ് നോട്ട് സോഷ്യോളജി. ഞാനത് സ്ഥിരമായി പറയുന്നൊരു കാര്യമാണ്. ഒരു കല്യാണം നടക്കുമ്പോൾ പെണ്ണ് കല്യാണ ചെലവ് മുഴുവൻ വഹിക്കണം, വണ്ടി വിളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ചെറുക്കം വന്ന് വെറുതെ കെട്ടിയിട്ട് അങ്ങ് പോവുകയാണെന്നിരിക്കട്ടെ. ഓക്കെ, ചെറുക്കം വന്നെങ്കിലേ കെട്ട് നടക്കൂ, എന്നെങ്കിലേ കല്യാണം നടക്കൂ, എങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ഓക്കെ, റൈറ്റ്. പക്ഷേ പെണ്ണിൻ്റെ വീട്ടുകാരല്ലേ പെണ്ണ് എല്ലാ ചെലവും വഹിക്കണം. ഫോട്ടോഗ്രാഫറെ വിളിക്കണം, ക്യാമറാമാനെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം, സ്വർണം എടുക്കണം, അങ്ങനെയൊക്കെ കുറേ സംഗതികൾ പറയണം. നമ്മളെന്തോ അതിന് പറയും? സോഷ്യോളജി. അനീതി, വിവേചനം, വൃത്തികേട് എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും? സോഷ്യോളജിക്കലായിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും, അത് മാറ്റാൻ പറയും. പക്ഷേ ഈ സ്ത്രീ പുരുഷ സംഗമത്തിൽ നോക്കുക, എഗ് ഇങ്ങനെ നിൽക്കുക, വലിയൊരു സാധനം. സ്പാം വരികയാണ്. സ്പാം വന്നിട്ട് DNA മാത്രം കൊടുക്കാം, ഈ താലികെട്ട് മാത്രം നടത്തുക. എന്നിട്ട് ഈ സാധനം വന്നു കഴിഞ്ഞാൽ ജനറ്റിക്കലി ഓക്കെ ആയി, 46 23. നിങ്ങൾക്കറിയില്ല, സെക്സ് എഗ്ഗിനകത്ത് പകുതി ക്രോമസോമേ ഉള്ളൂ, 23 മാത്രമേ ഉള്ളൂ, പെയറില്ല. ആ പെയറാണ് ഇയാൾ കൊണ്ടുവന്നത്, താലിയാണ് ഇയാൾ കൊണ്ടുവന്നത്. എന്നിട്ട് താലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾ ബാക്കി വാല് ഒടിഞ്ഞ് അങ്ങ് പോയി, തല മാത്രം അകത്ത് കിടന്നു. പിന്നെന്താണ്? മൊത്തം അതിനെ വളർത്തുന്നതും പരിപാലിക്കുന്നതും സ്കൂളിൽ വിടുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം ഈ എഗ്ഗാണ്. ഈ എഗ്ഗാണ് പിന്നെ ഒരു കോശമാവുന്നതും. അതാണ് 2 ആയി 4 ആയി 8 ആയി 10 ആയി. ഇപ്പൊ നിങ്ങളെന്ന് പറയുന്നത് അമ്മയല്ലേ? ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ് സ്ത്രീ പുരുഷ തുല്യത എന്ന് നമ്മൾ സോഷ്യോളജിയിൽ പറയും. സോഷ്യോളജി ഈസ് നോട്ട് ബയോളജി. ബയോളജിയിലെ കാര്യങ്ങൾ സോഷ്യോളജിയിൽ കൊണ്ടുവരരുത്. ഡോക്കിൻസ് ഒക്കെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. ശരിയാണ്, അമ്മയാണ് മുഴുവൻ കോൺട്രിബ്യൂഷൻ. ആ ഒരു കോശമാണ്, ആ കോശമാണ് നിങ്ങൾ. അമ്മ കോശം, അമ്മയുടെ മുട്ടയാണ് നിങ്ങൾ. അമ്മ ഇടുന്ന മുട്ടയാണല്ലോ എഗ്ഗ്. മനുഷ്യന് മുട്ടയിടുന്ന ജീവി തന്നെയല്ലേ? അത് ഫെർട്ടിലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്? അമ്മയുടെ മുട്ടയാണ് നമ്മൾ. പക്ഷെ നമ്മൾ പറയുന്നതാണ് സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, 50-50. എവിടെയാണ് ഈ 50-50? ബയോളജിക്കലി 50-50 ഇല്ല. താലി മാത്രമാണ് ചെറുക്കം വാങ്ങിച്ചിട്ടുള്ളത്, ബാക്കി എല്ലാ ചെലവും പെണ്ണാണ് വാങ്ങിച്ചത്. എന്നാൽ ബയോളജിക്കലി 50-50 ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യോളജിക്കലി 50-50 പാടില്ല എന്ന് പറയുന്നതാണ് പ്രശ്നം. ഡോണ്ട് മിക്സ് ബയോളജി വിത്ത് സോഷ്യോളജി. ഇപ്പോൾ
പല ആൾക്കാരും ഇന്നത്തെ കാലഘട്ടത്തിൽ ഡോക്കിൻസിനൊക്കെ ഒരുപാട് ക്യാൻസലേഷൻ നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അവർ പറയും സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് കാരണം സ്ത്രീയും പുരുഷനും ശാരീരികമായും ബൗദ്ധികമായും എല്ലാം തുല്യമാണ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്താ അവിടെ ഉണ്ടാകുന്നത്? ശാരീരികമായി തുല്യമായതുകൊണ്ട് സാമൂഹ്യമായി തുല്യത വേണം എന്നൊരു പ്രതീതിയല്ലേ അവിടെ വരുന്നത്. അത് അപകടകരമാണ്. ശാരീരികമായ ബയോളജിക്കലായിട്ടുള്ള തുല്യതയുടെ അടിസ്ഥാനത്തിലേ സാമൂഹ്യമായ തുല്യത ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പുരുഷന്മാരാണ് അപകടത്തിലാവുന്നത് ആദ്യം. കാരണം ഒരു കുട്ടി എന്ന് പറയുന്നത് സ്ത്രീയാണ്, ബേസിക്കലി സ്ത്രീയുടെ അണ്ടമാണ്, മൊത്തം അവരുടെയാണ്. അപ്പോൾ നിങ്ങൾ 50% ചോദിച്ചാൽ അവർ തരുമോ? ഇല്ല, തരേണ്ട കാര്യമില്ല. എങ്ങനെ? ബയോളജിക്കലായിട്ടുള്ള തുല്യതയാണ് സാമൂഹ്യമായിട്ടുള്ള തുല്യതയുടെ അടിസ്ഥാനം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ പദ്ധതിയും പോയി. അങ്ങനെ പറയരുത്. ബയോളജിക്കൽ തുല്യത ഇല്ലെങ്കിലും സാമൂഹ്യപരമായ തുല്യത വേണം. ഇപ്പൊ ചിലർ പറയും സ്ത്രീകളുടെ മസ്തിഷ്കം ചെറുതാണ്, അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ചില സ്ത്രീകളുടെയും പുരുഷന്റെയും മസ്തിഷ്കം എല്ലാ രീതിയിലും ഒന്നാണെന്ന് ആക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്തിനു ശ്രമിക്കണം? അപ്പൊ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അങ്ങനെ ആയെങ്കിലേ ഇവിടെ തുല്യത ഉണ്ടാകൂ എന്ന് നിങ്ങൾ പറയുന്നതാണ്. ബയോളജിക്കലായിട്ടുള്ള സിമിലാരിറ്റിയോ തുല്യതയുടെ ആവശ്യമില്ല, സാമൂഹ്യപരമായ തുല്യതയും ഈക്വാലിറ്റിയും ഉണ്ടാകാൻ എന്നുള്ളതാണ് ഡോക്കിൻസ് ഒക്കെ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം. ബയോളജിക്കലി എങ്ങനെ ആയിക്കോട്ടെ, സമൂഹത്തിലെ മനുഷ്യൻ തുല്യനായിരിക്കണം. ഒരാൾക്കൊരു വോട്ട് എന്ന് പറഞ്ഞാൽ അത് തുല്യതയാണ്. സ്റ്റേറ്റസിലും പദവിയിലും അവസരത്തിലുമുള്ള തുല്യത. അതിൽ നിങ്ങൾ ബയോളജി കൊണ്ട് കട്ടരുത്. ഒരാൾക്ക് ബുദ്ധി കൂടുതലാണ്, ഒരാൾക്ക് ശക്തി, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ശക്തി കുറവല്ലേ? അവരുടെ ബോഡിക്ക് ഓൺ ആവറേജ് ചെറിയ ബോഡിയല്ലേ കമ്പയർഡ് ടു പുരുഷൻ. ആവറേജ് പുരുഷനും ആവറേജ് സ്ത്രീയായിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ബോഡിക്ക് ചെറുതായി കമ്പയർഡ് ചെറുതായിരിക്കും, ശക്തിയും ചെറുതായിരിക്കും, കുറവായിരിക്കും. സോ വാട്ട്? അത് പരിഗണിക്കേണ്ട കാര്യമില്ല. സാമൂഹ്യ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, തുല്യതാ സമവാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബയോളജിയിൽ എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കേണ്ട തന്നെ കാര്യമില്ല. ബയോളജിയിലെ തുല്യത അല്ല ഇവിടുത്തെ തുല്യത ആക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരൊക്കെ വലിയ കഷ്ടത്തിലായിരിക്കും. നിങ്ങൾ പുരുഷന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് 50% അർഹതയില്ല. ഇത് രണ്ടും രണ്ടാണ്. ഞാൻ വൈക്രോമസോമൽ ആഡം എന്ന് പറയുന്നത് ഇതേപോലെയാണ്. അതായത് നമ്മുടെ ക്രോമസോമിൽ വൈയും എക്സും ആണുള്ളത് പുരുഷന്റെ, സ്ത്രീയുടെ എക്സ് ആണ്. പണ്ട് ഈ പെൺകുട്ടി ജനിക്കുന്നതിന് സ്ത്രീകളെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഇപ്പോഴും കുറ്റപ്പെടുത്താൻ സീരിയലുകളിലൊക്കെ പറയുന്നുണ്ട്, നീ പ്രസവിക്കുന്നതെല്ലാം പെണ്ണാണ്, നിന്നെ എന്തിനു കൊള്ളാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. 2 അടി അടിച്ചിട്ട് ഇങ്ങനെ ഒരു തട്ടും കൊടുക്കേണ്ടുന്ന വൃത്തികേടാണ് പറയുന്നത്. കാരണം സയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതിൽ സ്ത്രീകൾക്ക് ഒരു പങ്കുമില്ല. പുരുഷന് പങ്കുണ്ടെന്ന് ചോദിച്ചാൽ പുരുഷൻ പങ്കൊന്നുമില്ല, വേണേ പറയാം. എന്ത് പങ്ക് നമ്മൾ അറിയുന്നുണ്ടോ? ഇത് സ്ത്രീ ആയിരിക്കും. എവിടെയാണ് എക്സ് വൈ ഉണ്ട്, അതിൽ എക്സ് ആണോ പോയി എക്സിന്റെ കൂടെ ചേരുന്നത്, വൈ ആണോ പോയി ചേരുന്നത്, നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളങ്ങനെ തീരുമാനിക്കുമോ? അങ്ങനെ തീരുമാനമൊക്കെ ഉണ്ടോ? അത് മതത്തിലാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, പ്രത്യേക നിമിഷങ്ങളിൽ എന്താണ് സങ്കലനം നടന്നു കഴിഞ്ഞാൽ ആ കുട്ടി ആണും സിംഹവും പുലിയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊക്കെ ചപ്ലാച്ചി കഥകൾ. അതിന് യാതൊരു ഇതുമില്ല. ചിലപ്പോൾ നിങ്ങൾ 5 സങ്കലനം നടത്താൻ 5 പെണ്ണായിരിക്കും, 5 ആണായിരിക്കും. ഉടനെ പറയുന്നു ആൺവീട് പെൺവീട്. ഇതൊക്കെ നമ്മുടെ ഓരോരോ ഭാവനകളാണ്. ഇതെല്ലാം റാൻഡമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ടോസിങ് എ കോയിൻ. സ്ത്രീക്ക് യാതൊരു പങ്കുമില്ല. കുട്ടിയുടെ ലിംഗം ഇത് യഥാർത്ഥത്തിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തനമാണ്, എന്നാലും പറയുകയാണ്. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത് ഈ അന്ധവിശ്വാസമാണ്. സ്ത്രീകൾ തനിക്ക് ആൺകുട്ടിയെ തരാൻ കഴിയാത്ത ഭാര്യമാരെ ത്യജിച്ച രാജാക്കന്മാർ, ഹെൻറി VIII ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷ് ചരിത്രത്തിൽ അങ്ങനെ വേറെ ഒരു കോർട്ട് ഗേളിൽ തൻ്റെ രാജധാനിയിലുള്ള ഒരു പെൺകുട്ടി, ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു ലോർഡിൻ്റെയോ പെൺകുട്ടി, അവളിൽ അനുരക്തനായി. കാരണം വെച്ചാൽ ഭാര്യ പ്രസവിക്കുന്നത് ഒന്നുകിൽ പെണ്ണ് അല്ലെങ്കിൽ സ്റ്റിൽ ബോൺ. അപ്പം വിചാരിച്ചു വേറെ ഒരു പെണ്ണുമായിട്ട്, ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ഹെൻറി VIII ആൻബോളിനുമായിട്ട് പ്രണയത്തിലാവുന്നു. ആൻബോളിൻ ഗർഭിണിയാവുന്നു. അവൾ പ്രസവിക്കുന്നതും പെണ്ണ്. പിന്നെ അവളെ കൊന്നുകളയുന്നു.
പക്ഷെ അവളുടെ ഗർഭത്തിലുണ്ടായ കുട്ടിയാണ് ക്യൂൻ എലിസബത്ത്, എലിസബത്ത് ദ ഫസ്റ്റ്. എലിസബത്തിലൂടെയാണ് എല്ലാം ബ്രിട്ടന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന എലിസബീതൻ കാലഘട്ടം. ഷേക്സ്പിയറും മാർലോയും ബെൻ ജോൺസണും സ്പെൻസറും സിഡ്നിയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം. ബ്രിട്ടൻ ഒരു മഹാശക്തിയായി മാറിയതിന്റെ തുടക്കം എന്ന് പറയുന്നത് എലിസബീതൻ കാലഘട്ടമാണ്. ആ എലിസബത്ത് എന്ന് പറയുന്നത് കിങ് ഹെൻറി ദ എയ്ത്തിന്റെ ആ ഒരു കോർട്ട് ഗേളിൽ ഉണ്ടായിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള സന്താനമാണ്. എന്തിനാണ് അവളുമായിട്ട് പ്രണയത്തിലായതും? ആൺകുട്ടിക്ക് വേണ്ടി. അവൾ കൊടുത്തത് പെൺകുട്ടി. അവളെ കൊന്നു, അത് വേറെ കാര്യം. അവളെ കൊന്ന എന്താന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഈ ചാരിത്ര ശുദ്ധി ഇല്ലായ്മ ആരോപിച്ചുകൊണ്ടാണ് കൊന്നത്. പക്ഷെ ആ പെൺകുട്ടി കയറി വന്നു, പുലിപ്പാലിൽ പുലിയുടെ പുറത്ത് വന്നു. ഇംഗ്ലണ്ടിന്റെ, ബ്രിട്ടന്റെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ മൈറ്റോകോൺട്രിയൽ ഈവ് പോലെയാണ് ഈ വൈ ക്രോമസോമൽ ആഡം. അതായത് നമ്മളിലെല്ലാം വന്നിരിക്കുന്ന ഈ വൈ ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ്. അമ്മയുടെ നിന്ന് ഒരിക്കലും വൈ ക്രോമസോം കിട്ടില്ല. അച്ഛൻ എവിടെ നിന്ന് കിട്ടി? മുത്തച്ഛൻ എവിടെ നിന്ന് കിട്ടി? മുത്തച്ഛൻ്റെ അച്ഛനിൽ നിന്ന്. മുത്തച്ഛൻ്റെ അച്ഛൻ്റെ 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 പോയി ആ ഒരു ലൈനിൽ ഇങ്ങനെ വൈ ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ വൈയുടെ സഞ്ചാരം, വൈ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഒരു ആഫ്രിക്കയിൽ എവിടെയോ കിടക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ എല്ലാം പൊതുപിതാവായിട്ട് വൈ ക്രോമസോമൽ ആയിട്ടുള്ള ആഡം. ഇതെല്ലാം ഈ വൈ ക്രോമസോമൽ ആഡം, അതുപോലെ മൈറ്റോകോൺട്രിയൽ ഈവ് എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങൾ ഈ മനുഷ്യരാശിയുടെ ഐക്യവും ഏകതയും സമാനതയും വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. എവിടെ നിന്ന് വരുന്നു ആ ജീനുകൾ? ആ ജീൻ നദി എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ, ദ റിവർ ഓഫ് ജീൻസ്, ഒഴുകിയെത്തുകയാണ്. കാര്യം നിങ്ങളിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ ഒരു കോശത്തിലിരിക്കുന്ന ഒരു ക്രോമസോം ആലോചിച്ച് നോക്കൂ. ഒരു ക്രോമസോം 2 ലക്ഷം വർഷത്തിന് മുന്നേ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ ഇതാണ്. അത് എക്സാക്ട്ലി ദ സെയിം തിങ്. റെപ്ലിക്കേറ്റഡ് കോപ്പി. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂപ്ലിക്കേഷൻ അല്ല, എക്സാക്ട്ലി ദ സെയിം. അതിങ്ങനെ ഒഴുകി മുറിഞ്ഞ് ഒഴുകി നമ്മളിപ്പോൾ ഇരിപ്പുണ്ട്. നമ്മൾ അടുത്ത് പയറ്റിയാലും അതാണ് വരുന്നത്. ഓ, എത്ര വലിയ തിരിച്ചറിവാണത്. എല്ലാ ജീവികളിലും ഇങ്ങനെയാണ്. നമ്മുടെ XY ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒട്ടകത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ദ ആനിമൽ ഈസ് എ ബുക്ക് എന്നാണ് ഡോക്കൻസ് പറയുന്നത്. ഒരു ആനിമലിനെ കാണുമ്പോൾ ആനിമല് എവിടെ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് വരിക. ഈ ഒട്ടകം നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് അതിൻ്റെ മേലെ ഒരു പൂഞ്ഞല്ലേ, ഹമ്പ് അല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ പൂഞ്ഞെന്ന് തന്നെയല്ലേ പറയുന്നത്? ദ ഹമ്പ്. എന്താണ് ആ ഹമ്പ്? നിങ്ങൾക്കറിയോ ഈ സിൻബാദിന്റെ ഒക്കെ കഥയുണ്ട്. സിൻബാദ്, അറേബ്യൻ നൈറ്റ്സ്, ഈ കഥകളൊക്കെ ഉണ്ടായ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 to 10 സെഞ്ചുറിയാണ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു 14th century to 18th century കാലഘട്ടമാണ് ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്നത്. അതായത് ഖുറാൻ കഴിഞ്ഞിട്ടാണ്. ഖുറാൻ 7th century അല്ലേ, എഴുതിയൊക്കെ പിന്നെ ആണെങ്കിലും അന്നാണെന്നാണ് പറയുന്നത്. 7th century കഴിഞ്ഞിട്ടാണ് ഈ ഫോക്ലോർ വരുന്നത്. ഈ പല സിൻവാദിന്റെ ഫോക്ലോറിലും പറയുന്നൊരു കാര്യമുണ്ട്. ഈ കഥകളിൽ പറയുന്നുണ്ട് ഒട്ടകം എന്ന് പറയുന്നത് അതിൻ്റെ പൂഞ്ഞിൽ നിറയെ വെള്ളമാണ്. അപ്പം ഒട്ടക സഞ്ചാരികൾ പലരും കഥകളിൽ ഇങ്ങനെ പോയിട്ട് സഞ്ചരിച്ചവരിങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ കുറേ സമയം കഴിയുമ്പോൾ വെള്ളമില്ല, അവിടെ അങ്ങ് വെള്ളമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ നമുക്ക് ഒരാഴ്ചയുടെ നോക്കാം, അത് കഴിഞ്ഞ് ഒട്ടകത്തെ കൊല്ലാം, എന്നിട്ട് അതിൻ്റെ പൂഞ്ഞിലെ വെള്ളം എടുത്ത് കുടിക്കാം. 100 ലിറ്ററിലധികം വെള്ളം ഒട്ടകം കുടിക്കും ഒരേ സമയം, ഒറ്റ സമയത്ത്. ഇന്ത്യക്കാണ് നമ്മളുടെ വണ്ടി ഫുൾ ടാങ്ക് അടിക്കുന്നതുകൊണ്ടാണ്. നമുക്കങ്ങനെ ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കും. പക്ഷേ ഇവൻ പോയി 100 ലിറ്ററിലധികം വെള്ളം ഒരേ സമയം ഒരു ഡൂക്ലി ഒട്ടകം പോലും കുടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ആളുകൾ എന്താ കരുതുന്നത്? ഈ വെള്ളം എല്ലാം കൂടി, ഇത്രയും വെള്ളം എന്തായാലും ഇതിന് ഇത്രയും ആവശ്യമില്ല, അതിൻ്റെ മൂത്രമൊക്കെ ആയിട്ട് നോക്കുമ്പം അതങ്ങനെ പോകുന്നൊന്നുമില്ല. അപ്പോൾ ഈ വെള്ളം എവിടെയാണ്? അത് പൂഞ്ഞിലാണ്. പൂഞ്ഞിൽ വെള്ളമുണ്ട്. ആ കഥകളിലൊക്കെ ഉണ്ട്. ഇത് 8-10 സെഞ്ചുറിയിലുള്ള കഥകളിലൊക്കെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞിൽ വെള്ളമുണ്ടെന്നും ഒട്ടകത്തെ കൊന്നു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്ത് കുടിക്കാവുന്നതുണ്ട്. ആക്ച്വലി അത് ഒരു മിത്തിക്കലി ഉള്ളൊരു കഥയാണെന്ന് മാത്രമല്ല, ഈ ഒരു മിത്തുണ്ടാക്കുന്ന, സാമാന്യ മനുഷ്യർ മിത്തുണ്ടാക്കുന്നതിന് യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം. ഒരിക്കലും ഒരു ഒട്ടകത്തെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പൂഞ്ഞിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല. അതിൻ്റെ പൂഞ്ഞിലുള്ള ഫാറ്റാണ്, കൊഴുപ്പാണ്.
ആ കൊഴുപ്പ് വെള്ളമാക്കാനായിട്ടുള്ള രാസപ്രക്രിയ അതിനുള്ളിൽ നടക്കും. നമുക്ക് കിട്ടത്തില്ല. നമ്മളതിൻ്റെ പൂഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കൊഴുപ്പും രക്തവും ചലവും ഒക്കെ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആയിരിക്കും, കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡ് ആയിരിക്കും. അത് നമുക്ക് കഴിച്ചാൽ വളരെ പ്രശ്നമാണ്. അതിപ്പോൾ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, എന്തുകൊണ്ട് ഒരു 8-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടിലെ സ്റ്റോറിയിൽ ഈ സാധനം കയറി വന്നു? ഇതാണ് ലോകത്തെ ഭരിക്കുന്ന മതഭാവന. നമ്മൾ അരിസ്റ്റോട്ടലിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അരിസ്റ്റോട്ടലിലെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പല്ല് കുറവാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ചിലർ പറയും അരിസ്റ്റോട്ടിൽ പറഞ്ഞ സോക്രട്ടീസ് ആണ് പറഞ്ഞത്, ചിലർ പറയും എബ്രഹാം ലിങ്കൻ, ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും പറഞ്ഞു എന്നാ പറയുന്നത്. എന്നിട്ട് എന്താണ് പറയാ? സ്വന്തം കയ്യിലിരിപ്പിനെ കുറിച്ച് ഓർമ്മയില്ലാത്തവനാണോ അരിസ്റ്റോട്ടിൽ എന്ന് ചോദിക്കും. കാര്യം തലേ ആഴ്ചയിൽ അടിച്ചു കൊഴിച്ച പല്ലുകളുടെ എണ്ണം കൂട്ടാതെയാണോ അദ്ദേഹം എണ്ണം എടുത്തത് എന്നൊക്കെ തമാശയായിട്ട് നമ്മൾ പറയും. പക്ഷെ ആക്ച്വലി സ്വന്തം അമ്മയുടെയോ സ്വന്തം സഹോദരിയുടെയോ സ്വന്തം മക്കളുടെയോ ഭാര്യയുടെയോ പല്ലുകൾ എണ്ണാത്ത ഒരുത്തനായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ എണ്ണീട്ടുണ്ടെങ്കിൽ അവൻ സ്വന്തം പല്ല് എണ്ണീട്ടുണ്ടാവില്ല. എന്തോ എവിടെയൊക്കെ ഒരു വശപ്പശകുണ്ട്. ഇങ്ങനെയാണ് ഈ കഥകളൊക്കെ വരുന്നത്. പക്ഷെ ഈ പൂഞ്ഞ എങ്ങനെ വരുന്നത്? ഈ ഫാറ്റ് രൂപത്തിൽ എങ്ങനെയാണ് ഇത് ശേഖരിച്ചു വെക്കുക? ഇത് ഈ കള്ളിമുൾ ചെടി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്, കാക്ടസ്. ഈ കള്ളിമുൾ ചെടിയിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം പറയുന്ന മരുഭൂമിയുടെ കഥയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ചെടി അങ്ങനെ ആയത്? ഒട്ടകം എന്തുകൊണ്ട് ഇങ്ങനെയായത്? ഒരു ഹമ്പ് എന്തിനാണ് ഒട്ടകത്തിന്? കുതിര ഒട്ടകത്തിന് കണക്കൊരു ജീവിയല്ലേ, നമ്മൾ ലുക്ക് ലൈക്ക് നോക്കൂ, കുതിര ഇങ്ങനെ ഓടി. ഒട്ടകം ഇതേ കണക്കൊരു വളരെ ഡീഫോംഡ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ട് ജീവിക്കുന്നു. എന്താണ് അതിൻ്റെ പരിസ്ഥിതി? അതെവിടെ വളർന്നു? അതിൻ്റെ ആൻസസ്റ്റേഴ്സ് അനുഭവിച്ചിട്ടുള്ള ചൂടും കാറ്റും വെള്ളമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും എല്ലാം ഇങ്ങനെ. എന്താണ് മരുഭൂമി എന്ന് നിങ്ങൾ ഒട്ടകത്തോട് ചോദിക്കേണ്ട, ഒട്ടകത്തെ കണ്ടാൽ മതി എന്നാണ് ഡോക്കിൻസ് പറയുന്നത്. അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന പാലിംസെസ്റ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ്. എവറി ഓർഗനിസം ഈസ് എ പാലിംസെസ്റ്റ്, എ പാർച്ച്മെന്റ് സ്ക്രേപ്ഡ് ആൻഡ് റീറിട്ടൺ മെനി ടൈംസ്. ഇത് ഒട്ടകം ഇങ്ങനെ വരാനല്ല. ഒട്ടകത്തിന് കാലുണ്ട്, കുതിരയ്ക്കും കാലുണ്ട്, നമുക്കും കാലുണ്ട്. അപ്പൊ കാല് ബേസാണ്. കാല് ബേസാണ്. എല്ലാത്തിനും കാലുണ്ടോ? എല്ലാത്തിനും കാലില്ല. ചില 1000 കാലുള്ളതുണ്ടാവും, 8 കാലുള്ളതുണ്ടാവും, 8 കാല്, 6 കാല്. പക്ഷെ കാലെന്തിനാണ്? എബ്രഹാം ലിങ്കനോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഒരു കാലിന് നീളക്കുറവാണല്ലോ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം എന്തിനാണ് നിങ്ങൾക്ക് കാല്? ഇടുപ്പ് തറയിൽ തൊടാനായിട്ടുള്ള ഒരു സാധനം അല്ലേ. അത് നീളം കൂടിയാലും നീളം കുറഞ്ഞാലും ഇടുപ്പ് എന്ന തറയിൽ ഇടിക്കത്തില്ലല്ലോ. ലിങ്കന്റെ ഒരു നർമ്മഭാവനയാണ്. അപ്പൊ കാലിന്റെ ഉപയോഗമാണ്, അല്ലാതെ കാലിന്റെ നീളവും വണ്ണവും ഒന്നുമല്ല. An animal body is a monument to the pressure its ancestors surveyed. ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം an animal is a book. ഈ ജീനുകൾ എന്ന് പറയുന്നത് ഇങ്കാണെങ്കിൽ, ആൽഫബറ്റ് ആണെങ്കിൽ, ആ ജീവി എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ് എന്നാണ്. നിങ്ങൾ ഒരേ ആൽഫബറ്റുകൾ വെച്ചുകൊണ്ട് ഒരു കഥ എഴുതാം, കവിത എഴുതാം, ഒരു ലേഖനം എഴുതാം. ആൽഫബറ്റുകൾ ഇങ്ങനെ ഷഫിൾ ചെയ്യാം. I was there, I was not there, she was there, she was not there. So same A to Z, ഒരേ ലെറ്റേഴ്സ് ഷഫിൾ ചെയ്യുന്നു. ഈ ജീൻസ് ഇതാണ് ഷഫ്ലിംഗ്, ഡ്യൂപ്ലിക്കേഷൻസ്, റെപ്ലിക്കേഷൻസ്, ഡിലീഷൻസ്, ട്രാൻസ്ഫേഴ്സ്. ഇങ്ങനെയാണ് വ്യത്യസ്തമായ ജീവികൾ ഉണ്ടായത്. ഈ ബുക്ക് അതിനാണ് പറയുന്നത് ബുക്ക് ഓഫ് ദ ഡെഡ്. ബുക്ക് ഓഫ് ദ ഡെഡ് നിങ്ങൾക്കറിയാവോ? ഈ മമ്മികളെ ഈജിപ്തിൽ അടക്കിയ സമയത്ത് അവരുടെ ശവകുടീരങ്ങളിൽ അല്ലെങ്കിൽ ശവപേടകങ്ങൾക്ക് ഉൾപ്പെടെ ഒരു ബുക്ക് എഴുതി വെച്ചിരിക്കും. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ എങ്ങനെ ജീവിച്ചു, മറുലോകത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെ വേണം, ഇതെല്ലാം വായിച്ചിട്ട് അതൊക്കെ കൊടുക്കാൻ. അതാണ് ബുക്ക് ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ മമ്മി ബുക്കാണ്. അതുപോലെയാണ് ഓരോ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പുറത്തുള്ള ഒരു ജീവി അവൻ ഒരുപാട് റീസൈക്കിൾ ചെയ്ത് ബാക്കിലോട്ട് ചെയ്ത് കാര്യങ്ങളറിയും. എന്തിനാണ് മൂക്ക്, ഞാൻ എന്താണ് ശ്വസിച്ചിരുന്നതെന്ന് അറിയും, എല്ലാ കാര്യങ്ങളും. ഇനി അതുപോലെ തന്നെ ഈ ഒരു ജീവിയെ നിങ്ങൾ കാണുന്നത്, നിങ്ങളൊരു ഇലയായിട്ടായിരിക്കും കാണുന്നത്. ഡോക്കിൻസ് ഈ പുസ്തകത്തിൽ വളരെ കാര്യമായിട്ട് പറയുന്നതാണ് ദ ലീഫ് ടെയിൽഡ് ജെക്കോ. ജെക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലിസാർഡ് എന്നുള്ളതാണ് അർത്ഥം, പല്ലി പോലെയുള്ള. ഇതൊരു പല്ലിയാണ്. ഇത് ആക്ച്വലി ഒരു ലിസാർഡ് ലൈക്ക് ഒരു ജീവിയാണ് ഇരിക്കുന്നത്. നിങ്ങളെ ഇലയായിട്ടാണ് തോന്നുന്നത്. കാമോഫ്ലാഷ് എന്ന് പറയും. ഇതിന്റെ പുറയിലൊന്നും തൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഇറങ്ങി ഓടുന്നതാണ്. ഇത് നോക്കുമ്പോൾ ഇല ഉണങ്ങിയിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാണ് വന്നത്? പരിസ്ഥിതി.
അത് ജീവിച്ചിരിക്കുന്ന അവസ്ഥകളുമായിട്ട് അനുസരിച്ചത് സെലക്ഷൻ നടക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രഷർ എന്ന് പറയും. നിങ്ങളൊരു മാറ്റം ഉണ്ടാകുകയും ആ മാറ്റം നിങ്ങളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പരിസ്ഥിതിയിൽ മുന്നോട്ട് പോകാൻ സഹായകരമാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യപ്പെടും. നിങ്ങളും അറിയില്ല, അതും അറിയില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ എവല്യൂഷനിൽ എങ്ങനെ മാറ്റം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പോളാർ ബെയറുണ്ട് ഉദാഹരണമായിട്ട്. ഈ പോളാർ ബെയറിൻ്റെ ഭയങ്കര രോമങ്ങളും കട്ടി കൂടിയ സ്കിന്നുമാണ്. എങ്ങനെയാണ് ഉണ്ടായത്? ആ കരടി അവിടെ ചെല്ലുകയാണ്, ധ്രുവ കരടി. എവിടെ നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ അന്റാർട്ടിക്കയിലാണ്, അല്ലെങ്കിൽ ആർട്ടിക്കയിലാണ്. ഇപ്പോൾ ഭയങ്കര മഞ്ഞാണ്, കൊടും ഇതൊക്കെയാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, കട്ടി കൂടിയ ത്വക്കുണ്ടെങ്കിൽ ഈ തണുപ്പിനെ അതിജീവിക്കാം എന്ന് ഇത് തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ. തീരുമാനിക്കാൻ വഴിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ തട്ടി കൂടിയത് മറ്റേ കമ്പിളിയൊന്നുമില്ല, അതുകൊണ്ട് നല്ല രോമം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തണുപ്പിനെ അതിജീവിക്കാൻ എളുപ്പമാണ്. എന്നാൽ ജീവി തീരുമാനിച്ചിട്ടാണോ ഇത് രണ്ടും ഉണ്ടായത്? അതോ ജീവിയുടെ ഉള്ളിലിരുന്ന് അങ്ങനെ മാറ്റം ഉണ്ടായതാണോ? അല്ല, ഇത് രണ്ടും അല്ല ഉണ്ടായിട്ടുള്ളത്. അവിടെ കുറെ കരടികൾ എത്തിച്ചേരുന്നു ധ്രുവ പ്രദേശത്ത്, ഭയങ്കര തണുപ്പാണ്. ആ കരടി ഒരു വലിയ പോപ്പുലേഷനാണ്. സപ്പോസ് ഒരു 1000 കരടി, 1000 കരടി. ഈ 1000 കരടിയിൽ ഒരു 5 കരടി ശരിക്കും കരടിയുടെ കണക്ക് കുറച്ച് കൂടിയതും തിക്ക് സ്കിൻഡായിട്ടുള്ള കരടി ആണ്. എന്നുവെച്ചാൽ ഈ 1000-ത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള വേരിയേഷനാണ്. നിങ്ങളിപ്പോൾ എത്രയും പേര് നിൽക്കുന്നു. ഒരാൾക്ക് ചിലപ്പം 30 മിനിറ്റ് ശ്വാസം പിടിച്ചാൽ നിൽക്കാൻ പറ്റുന്നവരുണ്ടാവും ഇതിനകത്ത്, ഇത്രയും പേര്. ചിലർ 30 മിനിറ്റ് അല്ല 30 സെക്കൻഡ്, 40 സെക്കൻഡ്, ചിലർ 1 മിനിറ്റ്, ചിലർ 5 ഇല്ല അവിടെ ഇരിക്കുന്ന ആൾ 5 മിനിറ്റ് വേണമെങ്കിലും ശ്വാസം പിടിച്ചു. നിങ്ങളെല്ലാം ഇതിനകത്തായി ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശ്വാസം ഇല്ലാത്ത അവസ്ഥ വരുന്നു. ഞാനൊരു ഉദാഹരണം പറയുകയാണെ, ഓക്സിജൻ എല്ലാം പോകുന്നു, വായു എല്ലാം പോകുന്നു. ആ പുള്ളി മാത്രമല്ല അതിജീവിക്കുള്ളൂ. 5 മിനിറ്റ് നമ്മളെല്ലാം തീരില്ലേ? പുള്ളി അതിജീവിക്കും. പുള്ളി അതിജീവിച്ചിട്ട് എന്ത് ചെയ്യും? പുറത്തു പോയി റീപ്രൊഡ്യൂസ് ചെയ്യും. പുള്ളിയുടെ മക്കളാണ് പിന്നെ വരുന്നല്ലോ. അവർക്കെല്ലാം ഈ കഴിവുണ്ടാവും. കുറെ കഴിയുമ്പോൾ ഈ നാട്ടിൽ മുഴുവൻ എല്ലാവർക്കും 5 മിനിറ്റ് ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുന്ന അവസ്ഥ വരും. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. പുള്ളിക്ക് അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്. വേരിയേഷൻ എന്ന് പറയാം, ഒരു മ്യൂട്ടേഷൻ പുള്ളിയിൽ സംഭവിച്ചിട്ടുണ്ട്. പുള്ളിക്ക് 5 മിനിറ്റ് വരെ ശ്വാസം ഇല്ലാതെ നിൽക്കാം. നമുക്കാർക്കും പറ്റില്ല. അപ്പോൾ ഒരു സെലക്ഷൻ പ്രഷർ വരുന്നത്. എന്താണ് സെലക്ഷൻ പ്രഷർ എന്ന് പറയുന്നത്? ഇവിടുന്ന് എയർ മുഴുവൻ പോകുന്നു, 5 മിനിറ്റിലേക്ക് എയറില്ല. പരിസ്ഥിതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പുള്ളി അതിജീവിക്കുന്നു. പുള്ളി അതിജീവിച്ചിട്ട് പുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പോപ്പുലേഷനിൽ പുള്ളിയുടെ ആൾക്കാരാണ് പിന്നെ മൊത്തം. പിന്നെ കണ്ണൂർ മൊത്തം എല്ലാവരും 5 മിനിറ്റ് മിനിമം എന്നാണ്. ഇത് തന്നെയാണ് ധ്രുവക്കരയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ആ പരിസ്ഥിതി, അതാണ് ഈ പരിസ്ഥിതി. അത് നോൺ റാൻഡമാണ്, അതിങ്ങനെ വരുന്നതാണ്. മറ്റേത് റാൻഡമാണ്, മ്യൂട്ടേഷൻ നടക്കുക. ഇതുണ്ടോ അതേ ജീവിയുടെ തന്നെ കണ്ടോ ഉണങ്ങിയിരിക്കുന്ന കമ്പി. ഇത് എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾ? കുറെ പടമുണ്ട്, ഞാൻ എല്ലാം എടുക്കുന്നില്ല. എ സയന്റിസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ വിൽ ബി ബോഡി its genes as detailed description of the environments in which the ancestors lived. ഈ ജീവി എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കാമഫ്ലാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജീവിയുടെ മുൻഗാമികൾ ജീവിച്ചിരുന്ന പ്രദേശങ്ങളുടെ നിറം, ആ നിറങ്ങൾക്കനുസൃതമായിട്ടാണല്ലോ ഇത് കാമഫ്ലാഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നരച്ച ഇലയിലിരിക്കുന്ന നരച്ച ജീവിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കറുത്ത ഇലകളിലിരിക്കുന്ന ഒരു കറുത്ത ജീവിയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഈ ലണ്ടനിലെ നിശാശലഭങ്ങൾ എന്തുകൊണ്ട് കറുത്തു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരാൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതുകൊണ്ട് അതിൻ്റെ കറുപ്പടിച്ച് എൻ്റെ ചിറകെല്ലാം കറുത്തതാണ് എന്നാണിക്കും നമ്മൾ ആദ്യം മതഭാവനയിൽ പറയാം. ലണ്ടനിലെ നിശാശലഭങ്ങൾ കറുത്തുപോയി. ഒരു പഴയ കാലഘട്ടങ്ങളിൽ ആൾ പറഞ്ഞു, ഇവിടെ പണ്ട് ഒരുപാട് നല്ല വെള്ള ശലഭങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം മൊത്തം കറുത്തിരിക്കുന്നു, എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, ഇത് ഈ പുകക്കുഴലിൽ നിന്നൊക്കെയുള്ള കരി ഇതൊക്കെ വന്നപ്പോൾ അവയുടെ ഇതൊക്കെ പോയതാണ്. സംഗതി ഈ പുകക്കുഴലൊരു കാര്യമാണ്. കാരണം എന്താണ്? ലണ്ടനിൽ ആദ്യഘട്ടത്തിൽ കറുത്തതും വെളുത്തതുമായിട്ടുള്ള നിശാശലഭങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്, പുകക്കുഴൽ വരുന്നത്. വൃക്ഷത്തിന്റെ കമ്പും ഇലയും എല്ലാം കൂടി ഇങ്ങനെ കരി പിടിച്ചാകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? വൃക്ഷങ്ങൾ കറുത്തു വരുന്നു. വൃക്ഷങ്ങൾ കറുത്തു വരുമ്പോൾ ഈ കറുത്ത വൃക്ഷങ്ങളിലും തലപ്പുകളിലും ഇലകളിലും ഇരിക്കുന്ന വെളുത്ത ശലഭങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുകയും അതിന്റെ പ്രിഡേറ്റേഴ്സ് അതിനെ കൂടുതൽ ആഹരിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ തിന്നു തീർക്കപ്പെടുന്ന ഏതാണ്?
വെളുത്ത ശലഭങ്ങളാണ്. ആദ്യം 50 ആയിരുന്നു എന്നിരിക്കട്ടെ, 50 കറുത്ത ശലഭങ്ങളും 50 വെളുത്ത ശലഭങ്ങളും ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന സംഗതി എല്ലാം കറുത്തപ്പോൾ ഇത് കൂടുതൽ തിന്നു തീർക്കപ്പെടുമ്പോൾ വെളുത്ത ശലഭങ്ങളുടെ എണ്ണം കുറയും. ആ 50 എന്നുള്ളത് 60-40 ആവും. 60 കറുത്തതും 40 വെളുത്തതും. പിന്നെ വീണ്ടും തിന്നു തീർക്കപ്പെടുന്ന ഏതാണ്? വെളുത്തതാണ്. 70-30 ആവും, 80-20 ആവും, 90-10 ആവും. അപ്പൊ പറയും ലണ്ടനിലെ വെളുത്ത ശലഭങ്ങളെല്ലാം എവിടെയോ പോയി. ഇതാണ് ഈ പ്രഷർ അതായത് സെലക്ഷൻ പ്രഷർ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ്. ഇങ്ങനെയാണ് ഈ കാമോഫ്ലാഷിന്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ്. ഇവിടെ ഇല്ലാത്ത നിറമൊന്നുമല്ല. ഈ നിറങ്ങൾ അനുസരിച്ച് ഇത് ഉണ്ടാക്കിയവ അതിജീവിച്ചത് കൊണ്ടാണ് ഈ നിറങ്ങൾ അനുസരിച്ച് ഇത് മുന്നോട്ട് പോകുന്നത്. ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ബോധപൂർവമായിട്ട് ഇവിടെ ഇങ്ങനെ ഇലയ്ക്ക് ഈ നിറമാണെന്നാ ഈ നിറം ആക്കി കളയാന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിൽ കയറി പോയി ഉടുപ്പെടുത്ത് മാറ്റിയിടുന്നോണൊന്നും മാറ്റിയിട്ട് അല്ല. ഇതിനകത്ത് ഏജന്റ് ഇല്ല, ബ്ലൈൻഡാണ്. നിയാമക ശക്തികളില്ല, നിർദ്ദേശങ്ങളില്ല. എങ്ങനെയാണോ സംഭവിച്ചത് അതിൻ്റെ ആവർത്തനങ്ങളാണ്. എങ്ങനെയാണോ സംഭവിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് അത് സംഭവിച്ചു. ഇത് ഈ ഇവല്യൂഷന്റെ ഏറ്റവും വലിയ മനുഷ്യന്റെ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയും. നിങ്ങൾ നമ്മുടെ ലെയറിങ്സ് എന്ന് പറയുന്ന ഒരു സോനപേടകമുണ്ട്. നമ്മുടെ ഈ വേഗസ് നാഡിയുടെ ഒരു താഴെയുള്ളത് റിക്കറന്റ് ലാറിഞ്ചിയൽ നെർവ് എന്ന് പറയും. ഇത് നിങ്ങളിവിടെ കാണുന്നുണ്ടോ? കാണാൻ വ്യക്തമായിട്ട് നോക്കാം. ഇതാണ് വേഗസ് നാഡി. ഇതിൻ്റെ ഒരു സുപ്പീരിയർ നെർവ് ഉണ്ട്. അത് ഇതാണ് ലാറിങ്സ്, സ്നോനപേടകം. ഇതിനകത്തുള്ള വോക്കൽ കോഡ്സ് ഈ സെറ്റൊക്കെ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കണ്ട ഇതിൻ്റെ നിയന്ത്രണം. ഇതൊരു നെർവാണ്. നെർവ് എന്ന് പറഞ്ഞാൽ സെൻസറി മോട്ടർ ഇമ്പൾസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് നെർവ് എന്ന് പറയുന്നത്. ഈ നെർവിൽ ഒരെണ്ണം വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇത് കണ്ടോ, ഇതാണ് ലാറിഞ്ചിയൽ നെർവ് എന്ന് പറയുന്നത്. റിക്കറന്റ്. ഇത് വന്നിട്ട് ഈ അയോർട്ട, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. കണ്ടോ, ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് രണ്ട് സ്ഥാനത്താണ് പോട്ടെ. പക്ഷെ ഈ ലാറിങ്സിലേക്ക് വരണമെങ്കിൽ ഇതാണ്ട് ഇത് ഇങ്ങോട്ട് വന്നാൽ മതി, ഇങ്ങനെ ഇങ്ങോട്ട് കയറിയാൽ മതി യഥാർത്ഥത്തിൽ. പക്ഷെ അതിന് വരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇതിനെ ചുറ്റി ഇങ്ങനെ കയറി പോയിട്ട് തിരിച്ച് ഇവിടെ വരും. എന്താ സൂചിപ്പിക്കുന്നത്? ഡിസൈനർ, പണിക്കാരൻ, എഞ്ചിനീയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പണി ചെയ്യുമോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ മതി, അതിന് പകരം ഇവിടെ വന്നിട്ട് ചുറ്റി വീണ്ടും തിരിച്ചു വരിക. റിക്കറിങ് ലാറിഞ്ചിയൽ നെർവ് മനുഷ്യനിലുണ്ട്. മനുഷ്യനിലുള്ളത് അത്ര വലിയ പ്രശ്നമല്ല. എന്നാൽ ഈ ജീവികളിൽ നമുക്ക് മനുഷ്യനിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് തിരിച്ചു വന്ന് ഇങ്ങോട്ട് വരും. ജിറാഫിലാണെങ്കിൽ നോക്കൂ, ജിറാഫിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്ന് കറങ്ങിയിട്ട് വീണ്ടും ഇത്രയും സഞ്ചരിക്കണം. ഡൈനസോറിലാണെങ്കിൽ നോക്കട്ടെ, കണ്ടണ്ട, ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെയല്ലേ ഇരിക്കുന്നത്, ലാറിങ്സ് ഇവിടെയല്ലേ ഇരിക്കുന്നത്. നേരിട്ട് കൊടുക്കേണ്ട ഒരു സാധനം, ഒരു ഡിസൈനർ, ഒരു നിയാമക ശക്തി ഇങ്ങനെ ചെയ്തു വെക്കൂ. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇതെന്താ സംഭവം അറിയോ? മീൻ, മത്സ്യം. ഈ മത്സ്യത്തിന് ഗിൽസ് ആണുള്ളത്. ഗിൽസ്, ചെകിള. മനസ്സിലായില്ലേ? ഈ ചെകിളയും ഹൃദയം എല്ലാം കൂടെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ അതിന് ലെയറിങ്സ് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും അവിടെ ഇതിൻ്റെ ഒരു പ്രാകൃത രൂപം പോലെ ഉണ്ടെങ്കിലും എല്ലാം കൂടി ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ അറിയോ? ഹൃദയം നമ്മുടെ ഇവിടെ ഹൃദയം ഇത്രയും വ്യത്യാസമുണ്ട്. നമുക്കിവിടെ കഴുത്തെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതെല്ലാം കൂടി ഇവിടെ ഇരിക്കുന്ന അവസ്ഥ നാലോചിച്ച് മീനാവും. ദ ഫിഷ് ഇൻ യു, നിങ്ങളുടെ മത്സ്യം. നമ്മൾ മത്സ്യങ്ങളായിരുന്നു. അപ്പം ഈ ഹാർട്ടും ശ്വാസകോശമൊക്കെ താഴോട്ട് ഇറങ്ങിയപ്പോഴെന്തോ പ്രശ്നം എന്നറിയാമോ? അന്ന് മീനകത്തിരുന്ന് അതേ രീതിയിൽ വളരുകയാണ് യവൻ ഇതിനെ തേടി. അന്ന് ഹാർട്ടിനടുത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ മത്സ്യത്തിൽ ശരിക്കും മത്സ്യത്തിന് കഴുത്തില്ലാത്ത ജീവി, കഴുത്തിലെസ് ക്രീച്ചർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ കഴുത്തുള്ള ജീവികൾ ഇങ്ങോട്ട് ടിക്ടാലിക് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫോസിലുണ്ട്. അതിന് ലാറിങ്സ് ഇല്ല. പക്ഷെ അതിന് ശരിക്കും ഈ ലാറിഞ്ചിയൽ നെർവ് താഴോട്ട് ഇറങ്ങി വരുന്ന കാര്യം, ഈ ഹാർട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇത് ഇങ്ങോട്ട് താഴോട്ട് ഇതിനെ ഫോളോ ചെയ്യുക. എടാ നിനക്ക് ഇവിടെ എവിടെ പോകണ്ടേ? അല്ല, ഇതിനടുത്തായിരുന്നു ഞാൻ ഇരുന്ന്, അവൻ്റെ പുറകെ അങ്ങ് പോവാം. നമ്മൾ ചില വണ്ടിയുടെ പുറകെ പിടിച്ച് ഇങ്ങനെ പോകത്തില്ലേ? അവന് ചിലപ്പോൾ പോകേണ്ടത് വേറെ ഇവിടെ കൂത്തുപറമ്പിലേക്കായിരിക്കും. നമുക്ക് പോകേണ്ടത് അപ്പുറത്ത് മമ്പറത്തെ എന്തോ കുറേ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത് അങ്ങോട്ടായിരിക്കും. നമ്മൾ നോക്കണം, അവനെ പുറത്ത് നോക്കൽ, അവനെ അല്ല നോക്കേണ്ടത്. നമ്മുടെ വഴി, നമ്മൾ GPS ഇട്ട് പോകണം. ഇത് GPS ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സംഭവിച്ചാണ്. അതുകൊണ്ടാണ് കണ്ടോട്ടോ ഈ ഒരു സാധനം ഈ വേഗസ് നാഡിയിൽ നിന്ന് ഈ ലാറിങ്സിലേക്ക് സന്ദേശങ്ങളും ഇൻഫർമേഷനും നിർദ്ദേശങ്ങളും കൊടുക്കേണ്ട ഒരു സാധനമാണിത്.
അതിനവൻ പോയ പോക്കണ്ടോ, അവൻ താഴോട്ട് ഇറങ്ങി 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 ഇതാ വരുന്നു കഴുത്തിലൂടെ ഇറങ്ങി 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 വന്ന് ഹൃദയത്തിൽ വന്ന് ഹൃദയത്തെ ഒന്ന് ചുറ്റി നമസ്കാരം പറഞ്ഞിട്ട് വീണ്ടും മേളിലോട്ട് വന്ന് ഇതാണ് ലാരിഞ്ചിയൽ നെർവിൻ്റെ കഥ. ജിറാഫിലൊക്കെ ആണെങ്കിൽ 4 മീറ്ററാണ് എക്സ്ട്രാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൻ കൃത്യമായി നിങ്ങൾക്കത് തന്നിട്ടില്ലേ, നിന്റെ കണ്ണിന് ശേഷി തന്നിട്ടില്ലേ, ആ അവയവം ഇങ്ങനെ തന്നിട്ടില്ലേ എന്നൊക്കെ പറയുന്ന മനോഹരന്മാരോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. കുറേ ഉണ്ട്. ഞാൻ ഈ ലാറിഞ്ചൽ നെർവിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഡൈനസോറിൻ്റെ ലാറിഞ്ചൽ നെർവൊക്കെ എത്ര ഉണ്ടായിരിക്കും? പോവുകയാണ് വെറുതെ ഇങ്ങനെ. ഇനി 3 കാര്യങ്ങളാണ്. ഡോക്കിൻസ് ജനിച്ചിടം തൊട്ട് ഡോക്കിൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപക്ഷെ അല്ലെ എത്തീസ്റ്റ് ആര് എത്തീസ്റ്റ് ആണെങ്കിലും ചോദിക്കുന്നതായിരിക്കും. ഞാൻ എത്തീസ്റ്റൊക്കെ പറയുന്നു, എന്താ ജീവിതത്തിന് എന്ത് ലക്ഷ്യം? ഇതിപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് ഇത് പറഞ്ഞാലും ഇതേ ചോദ്യം ആളുകൾ ചോദിക്കും. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഇപ്പോൾ ചോദ്യത്തിലുണ്ടെങ്കിൽ ഇതായിരിക്കും, എന്താണ് ലക്ഷ്യം ജീവിതത്തിൻ്റെ? ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കും, സാറേ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം കിട്ടാൻ. ചില പറയുന്നതാണ് മരിച്ചു കഴിഞ്ഞ് അവിടെ പോവുക, ഹൂറി, പിന്നെ കിക്കില്ലാത്ത മദ്യവും, പിന്നെ ഡാഷില്ലാത്ത ഡാഷും. ഓക്കെ, കൊള്ളാം, നല്ല കാര്യം. എത്ര ദിവസം? അതൊരു 450,850 കോടി വർഷം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അതൊക്കെ തന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാണ്. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ മരണമില്ലാത്ത അവസ്ഥകൾ, നാശമില്ലാത്ത അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ് സത്യത്തിൽ. മാറ്റമില്ല. നിങ്ങളിപ്പോൾ നമ്മളിങ്ങനെ അഗാധമായി അങ്ങ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയും മരിക്കുക, കഴുത്ത് ഞരിക്കും, എങ്ങനെയും നമ്മൾ കൊല്ലും അല്ലേ? വേസ്റ്റ് ലാൻഡിൻ്റെ തുടക്കത്തിൽ ടൈരീഷ്യസ് എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ T.S. എലിയറ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ടൈരീഷ്യസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ അനുസരിച്ച് പുള്ളിക്ക് ഒരു വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാതിരിക്കാനുള്ള വരമാണ് കിട്ടിയിരിക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഓണാണ്, അത് സ്കീം റെഡിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണ്? മരിക്കാതിരിക്കുകയാണെങ്കിൽ എങ്ങനെ മരിക്കാതിരിക്കണം? ഇപ്പം എന്തൊക്കെ പറയാം, ഇവിടെ നീ മരിക്കില്ല, നിത്യ ജീവൻ, അതെന്തോലും കിട്ടുകയാണ്. എന്തൊരു ഭീകരമായിരിക്കും. നമുക്ക് മരിക്കാതിരുന്നാൽ മാത്രം പോരാ, നമുക്ക് മറ്റേ സെറ്റപ്പുകളെല്ലാം വേണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം, സ്വന്തമായിട്ട് ദിനകൃത്യങ്ങൾ നിർവഹിക്കാൻ പറ്റണം, പത്രം വായിക്കാൻ പറ്റണം, രുചി അറിയാൻ പറ്റണം, സംഗീതം കേൾക്കാൻ പറ്റണം, നടക്കാൻ പറ്റണം. ഈ കാര്യങ്ങളില്ലാതെ നമ്മളിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നമ്മളും അപ്പുറത്തെ വീട്ടിന് തൊട്ട് മുന്നേ കിടക്കുന്ന പാറയായിട്ട് എന്താ വ്യത്യാസം? ഈ ടൈരീഷ്യസിന് കിട്ടിയിട്ടുള്ള വരം ഇതായിരുന്നു, ജീവിക്കുക. ചിലരൊക്കെ പറയാം നിത്യസുമംഗലി ഭവ എന്നൊക്കെ പറഞ്ഞു. എന്ത് ഭീകരമായ ആശംസയാണ് അതൊക്കെ. എന്തെങ്കിലും ഇതിനൊരു ഒടുക്കമുണ്ടോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ്. ഇമാതിരിയുള്ള സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ടൈരീഷ്യസിന് കിട്ടിയിട്ടുള്ള വരം ഇതായിരുന്നു, പുള്ളി ജീവിക്കും. പുള്ളി ആ കഥയുടെ തുടക്കത്തിൽ തന്നെ വേസ്റ്റാൻ്റെ തുടക്കത്തിൽ തന്നെ T.S. എലിയറ്റ് എഴുതുന്നുണ്ട്, ഈ കുട്ടികൾ ചെന്ന് ടൈരീഷ്യസിനെ കാണാനായിട്ട് ചെല്ലുന്നു. ഇപ്പോൾ ടൈരീഷ്യസോട് ചോദിക്കുന്നുണ്ട്, ടൈരീഷ്യസ് നിങ്ങൾ ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് മരമൊക്കെ വാങ്ങിച്ച് നിത്യജീവൻ നേടിയ ആളല്ലേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടൈരീഷ്യസ് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ, സ്പർശമില്ല, എഴുന്നേക്കാൻ ഒരു ലെവലും ഇല്ല, ലക്കും ലെവലും ഇല്ല. ഞാൻ പറഞ്ഞു ഐ വുഡ് ലൈക്ക് ടു ഡൈ. അവൻ്റെ ആവശ്യമാണ്. ഞാൻ തെറ്റി പറഞ്ഞാണ്, മരിക്കുക, എനിക്ക് മരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ ഈ നിത്യജീവൻ, സ്വർഗം, ഹൂറി ഇവരൊക്കെ പറയുന്നവർ അവർ ചുമ്മാതെ എന്ത് അന്തവും കുന്തവും ഇല്ലാതെ പറയുകയാണ്. അവർ യഥാർത്ഥത്തിൽ അവർ ഈ ലോകത്തുള്ള ഭിക്ഷാപാത്രം നീട്ടലാണ് അവരുടെ ഭക്തി. ഇപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ എന്താ പറയുന്നത്, തത്വമസി എന്ന് എഴുതി വെച്ച് അത് കാണാൻ പോവുക, പഠിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത്. എന്തു തത്വമസി? നീ ഇതൊന്നാണ്, പിന്നെ വീണ്ടും വരുന്നു, അവസാനം 10 പ്രാവശ്യം ചെല്ലുമ്പോൾ ഗുരുഭൂതനാവും, എന്നിട്ട് കെട്ടിക്കൊടുക്കും, കൂടെ പോകും. ഇവൻ എന്തോ പഠിക്കുന്നേ? നമുക്കറിയാം അവിടെ ചെന്ന് ഈ ലിസ്റ്റാണ് കൊടുക്കുന്നത്. എൻ്റെ രോഗം മാറ്റണേ, അരിമ്പാറ മാറ്റണേ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭർത്താവിൻ്റെ കുടി, പിന്നെ അത് അയലത്ത് വരാതെ ഇത് ഈ സാധനം നമ്മൾ കൊടുക്കുകയാണ്. ഇത് നമ്മൾ പറയുന്നുണ്ട് തത്വമസി. അവിടെയാണ് മതേതരത്വം പൂത്തുലയുന്നത്, അവിടെയാണ് ആത്മീയതയുടെ മറ്റ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ പർപ്പസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ തത്വമസിയാണ് പർപ്പസ് എങ്കിലും അവൻ വീണ്ടും പോകത്തില്ലല്ലോ, ഉറപ്പാണ്. ഹൂറിയും അല്ലെന്നുണ്ടെങ്കിൽ നിത്യജീവനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിനും അവസാനം കിടന്ന് പിടക്കത്തില്ലല്ലോ, അല്ലേ?
അവസാനം പോയിട്ട് ബദൽ ചികിത്സയിലേക്ക് ഒന്നും പോവില്ലല്ലോ. എല്ലാം യഥാർത്ഥത്തിൽ നമ്മളൊരു കാവട്ടിയാണ് ഭക്തി. അതായത് ഈ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു കാര്യം, ഇത് ഹിമാലയത്തിൻ്റെ മുകളിൽ അത് കീഴടക്കാനായിട്ട് എവറസ്റ്റിൻ്റെ മേളിൽ ചെന്നിട്ട് അവിടെ എത്തിച്ചേരാതെ മരിച്ചുപോയ ഒരു വ്യക്തി അവിടെ കിടക്കുകയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ സമുദ്രോപരിതലത്തിലുള്ള ഓക്സിജന്റെ ഒരു 33% മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇത്രയും വലിച്ചു കയറ്റിയാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം. പിന്നെ എന്തെങ്കിലും അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നു പോകും. നമ്മൾ എവറസ്റ്റിൻ്റെ മേളിൽ ചെന്നൊരു 5 മിനിറ്റ് നിൽക്കുകയാണെന്നിരിക്കട്ടെ, 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് എയർ കുറവാണ്. എയർ കുറവായതുകൊണ്ട് തന്നെ ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ അതേ അളവിലുണ്ട്, പക്ഷെ 33% ഉണ്ട്. നമ്മളെന്തെങ്കിലും പെട്ടെന്ന് ഈ ഹാർട്ട് അനങ്ങുന്ന രീതിയിലുള്ള എക്സസൈസോ പെട്ടെന്ന് നടക്കുമോ, ഇങ്ങനെ 2 ഡാൻസ് അങ്ങ് നടക്കുകയാണെങ്കിൽ അവിടെ കിടക്കും. കാരണം കൂടുതൽ നമ്മുടെ ഓട്ടോമാറ്റിക്കാണ്, പാരാസിമ്പത്തറ്റിക് നെർവാണ്. നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണമെങ്കിൽ ഇത് കൂടുതൽ പെട്ടെന്ന് അടിക്കും. ഇത് പെട്ടെന്ന് അടിക്കും. നമ്മളൊന്നും ചെയ്യണ്ട. ഇതെല്ലാം സെറ്റപ്പാണിത്. ഇങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഡാൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കണം. ഇങ്ങനെ ഇവിടെ അനങ്ങരുത്, കുറച്ച് ഓക്സിജൻ. ഇത് ഓക്സിജൻ എയറിലില്ല. അവിടെയാണ് ഈ ആളുകൾ ചെന്നിട്ട് ചിലർ 8848 മീറ്ററാണ് എവറസ്റ്റിൻ്റെ പൊക്കം. അതിൻ്റെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പല ബേസ് ക്യാമ്പോട്ട് പല ക്യാമ്പുകളിലാണ് ആളുകൾ ഇരിക്കുന്നത്. -70 -50 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. മർദ്ദം കുറവാണ്. ഇവിടെ വെള്ളം ചൂടാവാനൊക്കെ ഭയങ്കര പ്രയാസമാണ്, ഊഹിക്കാൻ കഴിയും. ഇവിടെ എത്തിയിട്ട് പല ആളുകളും 100 മീറ്ററിന് താഴെ വീണിട്ട് മേളിലോട്ട് കയറാതെ അവിടെ ആയിപ്പോയ ആളുകളുണ്ട്. 1000 മീറ്റർ വരെ ഒക്കെ 8000 മീറ്റർ വരെ ചെന്നിട്ട് പോകാത്തവരുണ്ട്. പല ഇതുണ്ട്. ഇത് ഈ ഹിമാലയത്തിൽ പല പീക്കാണ്. എവറസ്റ്റ് ഉണ്ട്, പിന്നെ പല പീക്കുകളുണ്ട്, പല ഇതല്ല. ഈ പീക്കുകളിൽ ഇവരവിടെ പോകാനായിട്ട് പോയിട്ട് $20,000 മുതൽ $50,000 വരെയൊക്കെയാണ് ഇതിൻ്റെ ചിലവ്. പിന്നെ ആദ്യം കിളിമഞ്ചാരോയിലൊക്കെ പോയി, ആഫ്രിക്കയിലൊക്കെ പോയി 6000 മീറ്റർ പൊക്കമുള്ള പർവ്വതത്തിലൊക്കെ കയറി പരിശീലനം നൽകി ഈ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കയറി വരുന്നത്. ഇത്രയും നല്ല, അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും മേളിൽ ചെന്നിട്ട് ചിലപ്പോൾ 100 മീറ്റർ തൊട്ട് എവറസ്റ്റ് കിടക്കുന്നു. നമുക്ക് ഭൂമിയുടെ നെറുകയിലാണ്. നമുക്ക് സൂര്യനുമായിട്ട് സൂര്യ UV റേസ് ഒക്കെ വന്നടിക്കും. UV റേസ് ഒക്കെ അവിടെ വളരെ ദുർബലമാണ്. മുഖമൊക്കെ കാർത്ത് കരുവാളിക്കും. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇവിടെയൊക്കെ ചിലപ്പോൾ പൊള്ളിയും. പിന്നെ അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഈ ഫ്രോസ്റ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ മനുഷ്യൻ അവിടെ ചത്ത് കിടക്കുമ്പോൾ ഈ കയറി പിടിച്ചാണ് കയറി പോകുന്ന ആളുകളല്ല. ഇവിടെ ചത്ത് കിടക്കുമ്പോൾ ഇവിടുത്തെ ബൂട്ട് തട്ടി മാറ്റിയിട്ടാണ് മറ്റുള്ളവർ കയറി പോകുന്നത്. ഇതിങ്ങനെ ഈ കിടന്ന ഇയാളൊരു അടയാളമായിരുന്നു. ഇയാളെ നീക്കം ചെയ്തു, 2021 നീക്കം ചെയ്തു. പക്ഷേ ഇയാളൊരു അടയാളമായിരുന്നു, ദ ബൂട്ട് മാൻ. നമ്മൾ ജംഗ്ഷൻ പറയല്ലേ, ഇവിടുത്തെ മറ്റേ കോഴിക്കോട് മൂക്ക് അല്ലെ, മറ്റേ മുക്ക് മറിച്ചേ മുക്ക് എന്നൊക്കെ പറഞ്ഞു പോകില്ലേ. അടയാളങ്ങളായിട്ട്, ശവശരീരങ്ങളായിട്ട് 200-ലധികം മൃതശരീരങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട് കിടപ്പുണ്ട്. കാരണം അത് തിരിച്ചു കൊണ്ടുവരാൻ ഈ കയറുന്ന ഒരു പരിവേഷണത്തിന് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ ചെലവാണ്. ഒരു ഹെലികോപ്റ്ററൊക്കെ അവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഹെലികോപ്റ്റർ തന്നെ അവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എയർ ഇല്ലാത്തടത്ത് ഹെലികോപ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ അവിടെ ഇറങ്ങിയാലും അതിനുള്ള സാധനം കിട്ടത്തില്ല. ഈ വിമാനങ്ങൾ പോലും ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ സമാന്തരമായിട്ട് അവർ ഒഴിവാക്കും. പറക്കുന്നുണ്ട്, വിമാനങ്ങളൊക്കെ പറക്കുമായിരിക്കും. പക്ഷെ സാധാരണ ഈ കമേഴ്സ്യൽ ഫ്ലൈറ്റ് ഒന്നും അതിന് വേറെ മാറിയാണ്. കാരണം എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ചൊവ്വയിലൊക്കെ പോയി ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഹൈറ്റ് ഭയങ്കര. അപ്പം ഞാൻ ആലോചിച്ചത്, ഈ മനുഷ്യർ അവിടെ പോയി കിടക്കുകയാണ്. 200 മനുഷ്യർ, ഒരുപാട് മനുഷ്യർ അവിടെ വരെ എത്തി. നിങ്ങൾക്ക് ഇവിടെ അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കാം, ഗ്ലാമറസ് ആയിട്ട് ജീവിക്കാം. ഇവരവിടെ പോയി മരിക്കേണ്ട കാര്യം എന്താ? തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ ഐസായിട്ട് അവർ മരിക്കേണ്ട കാര്യം എന്താണ്? സിമ്പിൾ ഇതാണ്. അതാണ് അവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യമായിട്ട് കണ്ടത്. ചിലർ മുഖ്യമന്ത്രി ആവാൻ അതായിരിക്കും അവർ ആഗ്രഹം. ചിലർ വേറെ സിനിമയിൽ അഭിനയിക്കാനായിരിക്കും ആഗ്രഹം. എല്ലാവർക്കും ലക്ഷ്യമുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്നു. ജീവിതത്തിന് ഓരോ ആൾക്കാർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് പൊതുവായി. ചിലർക്ക് ഇതാണ് ലക്ഷ്യം, അവിടെ വീണ് മരിക്കുക.
ചില കാശിയിൽ പോയി കിടന്ന് മരിക്കുക. അതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം. വലിയ ലക്ഷ്യങ്ങളുണ്ടാകാം, പൊതു ലക്ഷ്യങ്ങളുണ്ടാവാം, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുണ്ടാവാം, ഓരോ മിനിറ്റിലും ലക്ഷ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുഖത്ത്, ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. നിങ്ങൾ പറയാം, ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടൊന്ന് തുടയ്ക്കാം. ഇങ്ങനെ വളരെ മൈക്രോ ആയിട്ടുള്ള ലക്ഷ്യമാണ്. അല്ലെ, ദാഹിച്ചിങ്ങനെ വരുന്നു, ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞൊരു ചായ കുടിക്കാം. ലക്ഷ്യമാണ്, ഭയങ്കര ശക്തമായ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങളിലൂടെ ഇങ്ങനെ കൊരുത്തിട്ട് ഒരു മാലയെ പോലെ ഓരോ സമയത്ത് ഓരോരോ ലക്ഷ്യം. അല്ല, ജീവിതത്തിനൊരു ലക്ഷ്യമില്ല. ജീവിതത്തിന് എന്താ ലക്ഷ്യം? ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, പിന്നെന്താ ലക്ഷ്യം? പക്ഷെ നമുക്ക് മൈക്രോ ആയിട്ടുള്ള ഓരോരോ സമയത്തുള്ള ലക്ഷ്യങ്ങളുണ്ട്. അല്ലാതെ ജീവിതത്തിനൊരു പൊതു ലക്ഷ്യമുണ്ട്, മോക്ഷമാണ്, സ്വർഗമാണ്, ഹൂറിയാണ് എന്നൊക്കെ പറയുന്നത് കപടമായ വാദങ്ങളാണ്. അല്ലാതെ വ്യക്തികൾക്ക് ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ലക്ഷ്യങ്ങളേ ഉള്ളൂ. എൻ്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി എന്ന് പറയും. പക്ഷെ അവർ പറയുന്നതാണ്, നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല, ജീവിതത്തിനൊരു ലക്ഷ്യമില്ല. ഞങ്ങൾക്ക് ഭയങ്കര ചുമ്മാതാണ്. ഓരോ മൈക്രോ ലക്ഷ്യങ്ങൾ, ഓരോ സമയത്തും ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം. ഐ റിപ്പീറ്റ് ദിസ്, ഐ സെഡ് ഇറ്റ് മെനി ടൈംസ് ബിഫോർ. ഇത് ഇതേപോലെ ഞാൻ ലക്ഷ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഒരു വനിതയെക്കുറിച്ച്, ഷന്താൾ മോഡിറ്റ് എന്ന് പറയുന്ന ഒരു വനിത, ഇവരൊരു മൗണ്ടിനിയറാണ്, ഒരു പർവ്വതാരോഹകയാണ്. 64 ജനിച്ചു, 98 മരിച്ചു, 34 വയസ്സ്, അല്ലേ? 34 വയസ്സായിരുന്നു അവർ. നിങ്ങൾ ഇവരെക്കുറിച്ച് വിക്കിപീഡിയയിൽ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അവർ K2 മൗണ്ടനും അത് ലാസോ മൗണ്ടനും ഒക്കെ കീഴടക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവറസ്റ്റുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നതും ഈ K2 എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആണ്. ഡെത്ത് റേറ്റ് അവിടെ കൂടുതലാണ്, ചെങ്കുത്താണ് കൂടുതൽ, വഴുവഴുപ്പാണ് കൂടുതൽ. എന്നാൽ എവറസ്റ്റിൻ്റെ കീഴടക്കുന്നതിൻ്റെ 100 മീറ്റർ താഴെ വന്നപ്പോൾ അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. 98 അവർ മരിക്കുന്നു പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി ഡിസെൻഡ് ചെയ്യുന്ന, ഈ എവറസ്റ്റിൽ കയറി പോകുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിൽ കൂടുതൽ പേരും മരിക്കുന്നത് കയറി പോകുമ്പോഴല്ല, ഇറങ്ങി വരുമ്പോഴാണ്. വിമാനങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ലാൻഡിങ് പ്രശ്നമാണ്, ടേക്ക് ഓഫും പ്രശ്നമാണ്. പക്ഷേ ടേക്ക് ഓഫിനേക്കാൾ പ്രശ്നം പലപ്പോഴും ലാൻഡിങ്ങാണ്. മിഡ് ഫ്ലൈറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല. വല്ല റഷ്യക്കാർ വല്ലതും മിസൈൽ അങ്ങനെ വിടുന്നതല്ലാതെ റഷ്യക്ക് അങ്ങനെ ഒരു വിനോദമുണ്ട്. ഈ കമേഴ്സ്യൽ ഫ്ലൈറ്റുകളൊക്കെ പോയി, ഇറാനും റഷ്യയാണ് അതിനകത്ത് നമ്പർ 1. അപ്പോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞ് ഇവർ അവിടെ എവറസ്റ്റിൽ ഒരു 100 മീറ്റർ എന്ന് പറയുമ്പോൾ 8748 8700 മീറ്റർ വരെ കയറി പോയി. ഇവർ ഓക്സിജൻ ഉപയോഗിക്കാതെ കയറുന്ന ഒരു ഭ്രമം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, പെൺകുട്ടിയാണ്. അപ്പം ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് തന്നെ 2 പ്രശ്നങ്ങൾ. ഒന്ന്, ഷീ വാസ് അക്യൂസ്ഡ് ഓഫ് ബീങ് വെരി സെൽഫിഷ്. പിന്നെ അവളുടെ സൗന്ദര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ കൂടെ കയറുന്നവരെയെല്ലാം മയക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവർ വിക്കിപീഡിയയിൽ തന്നെ എഴുതിയത്. അപ്പോൾ ഇവർക്ക് വേണ്ടി കൂടെ വരുന്ന പർവ്വതാരോഹകർ തമ്മിൽ അടികൂടിയിട്ടുണ്ട് മേളിൽ സമ്മിറ്റിൽ കിടന്ന് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരും ഇവളുടെ നോട്ടത്തിനായും ഇവളുടെ കടാക്ഷത്തിനായും ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഷീ വാസ് നെവർ സിൻസിയർ വിത്ത് എനിവൺ. ഒരാളോട് പ്രേമത്തിലൊക്കെ ആവും, അയാളുടെ ഈ പർവ്വതാരോഹണം നടത്താനായിട്ടുള്ള പണം സമ്പാദിക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ബേസ് ക്യാമ്പിൽ ചെല്ലണം. ബേസ് ക്യാമ്പിൽ ചെന്നിട്ട് ഈ റോപ്പ് സെറ്റ് ചെയ്യാനായിട്ടാണ് നല്ല എനർജി വേണ്ടത്. റോപ്പ് സെറ്റ് ചെയ്യണം, ക്യാമ്പ് സെറ്റ് ചെയ്യണം. എവിടെ ഇതിനകത്തൊന്നും കൂടത്തില്ല. ഇവിടെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കും. ഈ ആണുങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ആണുങ്ങൾ തമ്മിലടിക്കും. ഇതെങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഈ ആണുങ്ങൾ സഹായിച്ചിട്ടുണ്ട്, ഈ സ്ത്രീയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ K2 എവിടെ കീഴടക്കി എന്ന് പറഞ്ഞു. K2 കീഴടക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ബ്ലൈൻഡായി പോയി, ഫ്രോസ്റ്റ് ബ്ലൈൻഡ്നെസ് വന്നു. അപ്പോൾ വെറും ഒരു ജീവച്ചവം പോലെ കാണാൻ വയ്യാതെ അർദ്ധരാത്രിയിൽ നിന്നിരിക്കുന്ന ഇവരെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളാണ് താഴെ പോയവർ തിരിച്ചു കയറി വന്നിട്ട് രക്ഷപ്പെടുത്തി. ഇങ്ങനെ പലതവണ ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പിന്നീടുള്ള ആർട്ടിക്കിൾസിലൊന്നും ഇവരിത് അക്നോളജ് ചെയ്തിട്ടില്ല. ഷീ വാസ് കൺസിഡർഡ് ടു ബി വെരി താങ്ക്ലെസ് ആൻഡ് സെൽഫിഷ്. പല തവണയും ഈവൻ ഈ സമ്മിറ്റിന് അടുത്ത് വന്ന് കീഴടക്കാൻ 100 മീറ്റർ 50 മീറ്റർ അടുത്ത് നിൽക്കെ താഴെ ഇവള് വീണ് കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്ന് സ്വന്തം ഉദ്യമം തന്നെ ഉപേക്ഷിച്ച പർവ്വതാരോഹരുണ്ട്. അതുപോലും ഇവർ
അക്നോളജ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. കുറേ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കുക, ഇവരെ കുറിച്ച് കുറേ സ്റ്റോറി. പക്ഷേ ഷി വാസ് കുറച്ച് എന്താ പറയുക, സാഹസികയായിരുന്നു. ഭയങ്കര ആരാധനയാണ് പലർക്കും. ഫ്രാൻസിലാണ് അവരുടെ ജീവിതം. ഫ്രഞ്ച് ഗവൺമെൻറ് ഒക്കെ അവരെ ഭയങ്കരമായിട്ട് ആദരിച്ചിട്ടുണ്ട്. ഷാന്താൾ എന്നാണ് പറയുന്നത്. ഷാന്താൾ അവരെ ഒരു പാകിസ്ഥാനിൽ ഇതേ കണക്ക് K2 ആണോ എവറസ്റ്റിൻ്റെ ആണോ മറുഭാഗത്തൂടെ കയറാനായിട്ട്, K2 ആണെന്ന് തോന്നുന്നു, കയറാനായിട്ട് പോയി. പാകിസ്ഥാനിൽ അവർ കുറേ നാൾ തങ്ങിയിരുന്നു. അവർ ഷോർട്സും ഒക്കെ ഇട്ടുകൊണ്ട് പാകിസ്ഥാനിൽ ഇറങ്ങി നടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഒരു ബൊഹീമിയൻ ലൈഫായിരുന്നു ഈ പെൺകുട്ടിയുടെ. ബട്ട് ഷി വാസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് സെൽഫിഷ്നെസ്. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ എത്തീസ്റ്റുകളെ പൊതുവിലും അല്ലെങ്കിൽ എത്തീസ്റ്റുകളെ പൊതുവിലല്ല, മതം പലപ്പോഴും ഈ നിങ്ങളിൽ എങ്ങനെയാണ് കൈൻഡ്നെസ് വരുന്നത്, എങ്ങനെയാണ് മൊറാലിറ്റി വരുന്നത്, എങ്ങനെയാണ് പരോപകാര പ്രവണത വരുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ സാധനം എല്ലാം നിങ്ങളുടെ ഇവിടെ ഉള്ളതാണ്. കരുണ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കരുണാകരനാകുന്നത്. അല്ല, നിങ്ങൾ കരുണാകരനായതുകൊണ്ടല്ല നിങ്ങൾക്ക് കരുണ ഉണ്ടാകുന്നത്, മറിച്ച് നിങ്ങളിൽ കരുണ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കരുണാകരനാകുന്നത്. കരുണ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അതിജീവനത്തെ സഹായിച്ചിട്ടുണ്ട്. എന്തിനാണ് അമ്മയ്ക്ക് കുട്ടിയോട് കരുണ ഉണ്ടാകുന്നത്? അമ്മയ്ക്ക് കുട്ടിയോട് കരുണയില്ലെങ്കിൽ അമ്മയും കുട്ടിയും ഉണ്ടാവില്ല. കുട്ടി അവിടെ കിടക്കും, അമ്മ അവിടെ കിടക്കും. ഇത് രണ്ടും അടുത്ത തലമുറയിലേക്ക്. ജീനുകൾ സെൽഫിഷ് ആണ് എന്ന് ഏതാണ്ട് 78 സെൽഫിഷ് ജീൻ എന്നുള്ള പുസ്തകത്തിൽ ഡോക്കിൻസ് പറയുന്നുണ്ട്. ജീനുകൾ സെൽഫിഷ് ആണ്, അതിൻ്റെ അതിജീവനമാണത് നോക്കുന്നത്. അത് അടുത്ത തലമുറയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളുകൾ പറയും, നിങ്ങൾ ഇതൊരു പഠിപ്പിക്കാനേ പാടില്ല. ജീനുകൾ സെൽഫിഷ് ആണെങ്കിൽ ജീൻ സെൽഫിഷ് ആണെന്ന് ആളുകൾ പറയും. നിങ്ങളും ജീവിയും സെൽഫിഷ് ആവുന്നതിൽ തെറ്റ് പറയാനുണ്ട്. ജീനുകൾ സെൽഫിഷ് ആണ്, ഓക്കെ, ഇൻ ദ റിയൽ സെൻസ്. അത് അതിജീവനത്തിൽ, സ്വന്തം അതിജീവനത്തിനായിട്ട് അതെപ്പോഴും അനുകൂലമായ സാഹചര്യം അനുസരിച്ച് സെൽഫിഷായി പോയിക്കുന്നു, ഓക്കെ. പക്ഷെ അതിനെന്തിനാണ് ജീവി സെൽഫിഷ് ആവുന്നത്? ഇവിടെയാണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾ സ്റ്റീവൻ പിങ്കറുടെ ഒരു പ്രസ്താവനയാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഐ ആം ഹാപ്പി ടു ബി ചൈൽഡ്ലെസ്. എനിക്ക് കുട്ടികളുണ്ടാവാൻ താല്പര്യമില്ലെന്ന് സ്റ്റീവൻ പിങ്കർ പറയുന്നത്. ആൻഡ് ദ ജീൻസ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. എൻ്റെ ജീനുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ അടുത്ത കോപ്പി ഉണ്ടാക്കുക. നമ്മളെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? നമ്മളിപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എന്തിനാണ് ജനിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനാണ്? നമ്മുടെ ഉദ്ദേശം എന്താ? പാട്ടുപാടി വലിയ പാട്ടുകാരി ആവാനാണോ? മുഖ്യമന്ത്രി ആവാനാണോ? ഒന്നുമല്ല. നമ്മുടെ കോപ്പി എടുക്കുക, പോവുക, പരമാവധി കോപ്പി. അതേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു സാധനമാണ് ഇതിനകത്തുള്ള, DNA-ക്കകത്തുള്ളത്. കോപ്പി എടുക്കൂ, അടിച്ചു പോകുമോ, കോപ്പി അടിക്കൂ, അടിച്ചു പോകും. അപ്പം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാരൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ചിരിക്കേണ്ട ആൾക്കാരല്ല, ഞാൻ ഉൾപ്പെടെ. നമ്മുടെയൊക്കെ സമയം കഴിഞ്ഞു. കോപ്പി എടുക്കാവുന്ന പീരീഡിൽ പരമാവധി കോപ്പി എടുക്കുക, തള്ളിവിടുക. പക്ഷെ മനുഷ്യൻ കോപ്പി എടുക്കാതെ പരമാവധി പോകുന്നതാണ്. സ്റ്റീവൻ പിങ്കർ പറയുന്നത് ഐ എം ഹാപ്പി ടു ബി ചൈൽഡ്ലെസ്. എനിക്ക് കുട്ടികളെ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട്. ഇനി എൻ്റെ ജീനുകൾ പറയുകയാണ്, നിന്നെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ ഉണ്ടാക്കാനാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എൻ്റെ പൊന്നു ജീനുകളെ നീ പോയി കുളത്തിച്ചാടും. എനിക്ക് കുട്ടികൾ വരും. ഇനി മര്യാദയ്ക്ക് അവിടെ ഇരിക്കാമെങ്കിൽ നിനക്ക് കൊള്ളാം. ഇതിൻ്റെ അർത്ഥം ജീനുകളുടെ ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണ് എന്നുള്ളത് ദ ഹോൾ. ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ന്യൂറോൺസ് ആണ്, നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ന്യൂറോൺസ് ആണ്. ന്യൂറോൺസിന് ചിന്തിക്കാൻ കഴിയും. ഒരു ന്യൂറോണിന് ചിന്തിക്കാൻ പറ്റും. നമ്മുടെ ചാനലിൻ്റെ പേര് ന്യൂറോൺസ് എന്നാണ്. ഒരു ന്യൂറോണിന് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ന്യൂറോണുകളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതങ്ങ് ചിന്ത എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത ചിന്തയാണ്. ന്യൂറോണുകൾ ചേർന്നല്ലേ മസ്തിഷ്കം. പക്ഷെ ഒരു ന്യൂറോൺ എടുത്തിട്ട് ഇവനാണ് പ്രണയം ഇതിനകത്താണോ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയത്തില്ല. പക്ഷെ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ്, അതായത് ഒരു സംഗതിക്ക് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിനുള്ള കഴിവായിരിക്കില്ല ആ കളക്റ്റീവായിട്ടുള്ള ഹോളിനുണ്ടാവുക. ഒരു കമ്പെടുത്താൽ നമുക്ക് ഒടിക്കാം. 100 കമ്പുകൾ ഒരുമിച്ച് വെച്ചാൽ ഒട്ടിക്കത്തില്ല, നിങ്ങളുടെ കൈ ഒടിക്കും. ഓക്സിജൻ, ഹൈഡ്രജൻ. ഓക്സിജനും ഹൈഡ്രജനും ഉള്ള ഗുണമാണോ വെള്ളത്തിനുള്ളത്? അല്ല. അതെവിടെ നിന്ന് വന്നു? അതേപോലെയാണ്. അതായത് ജീൻ സെൽഫിഷാണ്, സോ വാട്ട്? അതിന് മനുഷ്യൻ സെൽഫിഷ് ആവേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഡോക്കിൻസ് ഉന്നയിച്ച ആരാണ്? നിങ്ങൾ സെൽഫിഷ് ജീൻ പഠിപ്പിച്ച് മനുഷ്യരെല്ലാം സെൽഫിഷ് ആക്കുകയാണ്. എന്തൊരു അയുക്തിപരമായിട്ടുള്ള വൃത്തികെട്ട വാദമാണതെന്ന് ആലോചിച്ചു. ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഐ ആം ഹാപ്പി ടു ബി ചൈൽഡ്ലെസ്. ഇഫ് ദ ജീൻസ് ഡോണ്ട് ലൈക്ക് ഇറ്റ് ദേ ക്യാൻ ഗോ ജംപ് ഇൻ ദ ലേക്ക്. ലാസ്റ്റ്, ഡെത്ത്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാ?
നമ്മുടെ മരണം. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, പക്ഷെ അയാൾ വരുമ്പോൾ നമ്മളുണ്ടാവില്ല. അതാണ് എൻ്റെ പ്രത്യേകത. One guest everybody expecting and waiting for, and when that guest comes, we are not there to receive. We are unconscious in the ICU unit or on a ventilator. Who knows? അപ്പോൾ ചോദ്യം എല്ലാവർക്കും, മരണത്തെ ഭയമുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 5 മാസത്തിനുള്ള ഇന്റർവ്യൂവിൽ ഡോക്കിൻസിനോട് ചോദിച്ചാണ്. ഡോക്കിൻസ് ഗോഡ് ഡെല്യൂഷനകത്ത്, നാസിയനായ ദൈവത്തിനകത്തൊക്കെ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞ കാര്യമാണ്. മരണം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? മരണത്തെ ഭയമുണ്ടോ? മരണത്തെ ഭയമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. മരിക്കാതിരിക്കുക എന്ന് പറയുന്നതിനാണ് ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? ലൈഫ് ഈസ് നോട്ട് ഡൈയിങ്. മരിക്കാതിരിക്കുമ്പോൾ ജീവിക്കുന്നു, ജീവിക്കാതിരിക്കുമ്പോൾ മരിക്കുന്നു. ജീവിക്കാതിരിക്കുമ്പോൾ മരിക്കുന്നു, മരിക്കാതിരിക്കുമ്പോൾ ജീവിക്കുന്നു. അപ്പം മരണത്തെ അകറ്റി നിർത്തുക എന്നുള്ളത് ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഇനി ഭയം എന്ന് പറയുന്ന ഒരു സംഗതി വേറൊരു അർത്ഥത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ, മരിക്കും 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 എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമോ? ഒരർത്ഥത്തിൽ ഈ നമ്മളെ ഇപ്പോഴത്തുള്ള അവസ്ഥ, നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥ, അത് ഹാപ്പി ആക്കി കൊണ്ടുപോയാൽ മതി. ഇന്നത്തെ ദിവസമേ ഉള്ളെങ്കിലും പ്രശ്നമില്ല, ഇന്നിപ്പോൾ ഹാപ്പിയാ. ഈ അവസ്ഥയാണ്. നിങ്ങളുടെ ഉദാഹരണം 2 വേദനയുണ്ട്. നിങ്ങൾ 4-ാം വയസ്സിൽ നിങ്ങൾക്കുണ്ടായ ഒരു അപകടത്തിലുണ്ടായ ഒരു വേദന, അത് നിങ്ങളിപ്പോൾ അലട്ടുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ അലട്ടുന്നില്ല, അത് കഴിഞ്ഞാണ്. പക്ഷെ ഇപ്പോൾ ഉണ്ടായ ഒരു വേദനയാണെന്നിരിക്കുന്നത്, അത് നിങ്ങളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രസന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന ഒരു വേദനയെ നിങ്ങൾക്ക് അത്രയും കൺസേൺ ഉണ്ടാവണമെന്നിരിക്കില്ല. പക്ഷെ ഒരുപക്ഷെ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഇത്ര ദിവസം കഴിഞ്ഞ് തൂക്കിക്കൊല്ലും. ആ പെയിൻ, ആ ട്രോമ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് അത് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ നിങ്ങളെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ തൂങ്ങുന്നില്ല. പക്ഷേ ബ്രെയിൻ കൊണ്ട് നിങ്ങൾക്ക് ആ വേദന നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാൻ കഴിയും. 1 മാസം കഴിഞ്ഞ് തൂങ്ങാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ അൺകോൺഷ്യസ് ആയിട്ടോ മരുന്നടിച്ചോ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളത് ഓർക്കുകയില്ല, ഹാപ്പി ആയിട്ടിരിക്കുക. ചിലർ ഇതൊക്കെ അടിക്കുന്നത് എന്തിനാണ്? അൾട്ടർ ചെയ്യാൻ. ഇത് അൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന നിങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു വേദന ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അപ്പോൾ മരിക്കുന്നതിന് പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്കിൻസ് സ്ഥിരമായി പറയുന്ന മറുപടി ഇതാണ്: ഡെത്ത് ഈസ് വാട്ട് ഹാപ്പൻസ് ടു യു ജസ്റ്റ് ദ സെയിം ആസ് ബിഫോർ യു വെർ ബോൺ. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എന്ത് അവസ്ഥയിലായിരുന്നോ അതാണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഉണ്ടാവുക. ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? മരിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഐ ഫീൽ വെരി പ്രിവിലേജ് ടു ഹാവ് ബീൻ ബോൺ. ജനിച്ചതിൽ എനിക്ക് വളരെ വലിയൊരു പ്രിവിലേജ് ആണ്. ഓൾ ദ ടൈം ദ ഡൈനോസോഴ്സ് വെർ അറൗണ്ട്, ഐ വാസ് ഡെഡ്. ഇവിടെ ഭൂമിയിൽ ഒരു 5 നില കെട്ടിടത്തിൻ്റെയൊക്കെ പൊക്കമുള്ള ഡൈനോസോറുകൾ ഇങ്ങനെ നടന്ന ഒരു സമയമുണ്ടല്ലോ, അന്ന് നമ്മളാരും ഇല്ല, മനുഷ്യൻ. ഐ വാസ് ഡെഡ്. കോടിക്കണക്കിന് വർഷം, 8-10 കോടി വർഷം ഈ ഭൂമി അടക്കി ഭരിച്ച ഡൈനോസോറുകൾ. ആ സമയത്ത് മനുഷ്യൻ, ഞാൻ എവിടെയായിരുന്നു? ഞാൻ ഇല്ല. ഇത് തന്നെയായിരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാലും സംഭവിക്കുക. ഇതാണ് ഡോക്കിൻസ് സ്ഥിരം പറയുന്നത്. ഹി ഓൾവേസ് കോട്ട്സ് മാർക്ക് ട്വെയിൻ, ഐ ഡു നോട്ട് ഫിയർ ഡെത്ത്, ഐ ഹാഡ് ബീൻ ഡെഡ് ഫോർ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബിഫോർ ഐ വാസ് ബോൺ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ശതകോടി വർഷങ്ങൾ ഞാൻ മരിച്ചവനായിരുന്നു, മരിച്ച അവസ്ഥയിലായിരുന്നു. അതാണ് മരണം. and had not suffered the slightest of inconvenience from it. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ശതകോടി വർഷങ്ങൾ ഞാൻ മരിച്ച അവസ്ഥയിലായിരുന്നു, പക്ഷെ അതുകൊണ്ട് എനിക്കൊരു അസൗകര്യം ഉണ്ടായില്ല എന്നാണ് മാർക്ക് ട്വെയിൻ അദ്ദേഹത്തിൻ്റെ നർമ്മം കലർന്ന എന്നാൽ അതേസമയം താത്വികമായിട്ടുള്ള അവലോകനത്തിൽ പറഞ്ഞത്. അപ്പം മരണം എന്ന് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മരണമില്ല, മരിച്ചു കഴിഞ്ഞാൽ ജീവിതവും ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് മറ്റൊന്നിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരിക്കലും മരണത്തെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ജീവിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ വാട്ട് ആഫ്റ്റർ ഹാപ്പൻസ് യു ഡോണ്ട് വറി. സ്വർഗ്ഗനരകങ്ങളോ ശിക്ഷകളോ പാപപുണ്യങ്ങളോ അങ്ങനെ ഒരു സംഗതിയും യഥാർത്ഥത്തിൽ ലഭിക്കും. നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുന്നത് കൊണ്ട് അതിൽ മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഡോക്കിൻസിൻ്റെ ഈ വർഷത്തെ എഡിഷൻ. ഇത്രയും നേരം ഉച്ച കഴിഞ്ഞ് ഓരോരുത്തരും ഇപ്പോഴും നിന്ന് കാട്ടുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ചോദ്യത്തിന്